വെൽക്കം ബാക്ക് ടു C++ പ്രോഗ്രാമിങ്ങിൻ്റെ ലോകത്തേക്ക് വീണ്ടും എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ഈ ഇഫിന് പകരമായിട്ട് ചില നേരങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന, പക്ഷെ എല്ലായ്പ്പോഴും പറ്റില്ല, മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റാണ് സ്വിച്ച്. ഇഫ് പോലെ ഏകദേശം പ്രവർത്തിക്കുന്ന, പൂർണ്ണമായും എന്ന് പറയാൻ പറ്റില്ല, മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് നോക്കാം. നമുക്ക് ഒരു പ്രോഗ്രാമിലൂടെ തന്നെ നമുക്ക് വരാം. ഓക്കെ, നമ്മൾ ജീനിയിലേക്ക് വരുന്നു. നമുക്കിവിടെ ഒരു പ്രോഗ്രാം ഉണ്ട് അല്ലേ. ഈ പ്രോഗ്രാം എന്തായിരുന്നു? ഡേ നെയിം പ്രിൻ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഡേ നമ്പർ എൻ്റർ ചെയ്യാൻ പറയുന്നു. ആഴ്ചയിലെ ദിവസത്തിൻ്റെ നമ്പർ എൻ്റർ ചെയ്യാൻ പറയുന്നു. അത് ഒന്നാണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് 1, ഡേ നമ്പർ ഈസ് ഈക്വൽ ടു 1, സൺഡേ എന്ന് പ്രിൻ്റ് ചെയ്യുന്നു. ഇഫ് ഇറ്റ് ഈസ് 2, മൺഡേ എന്ന് പ്രിൻ്റ് ചെയ്യുന്നു. ഇഫ് ഇറ്റ് ഈസ് 3, ട്യൂസ്ഡേ എന്ന് പ്രിൻ്റ് ചെയ്യുന്നു. അതുപോലെ വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, അങ്ങനെ 1 2 3 4 5 6 7 ഡേ നമ്പർ ഏതാണോ അതിനനുസരിച്ച് നമ്മൾ സൺഡേ അല്ലെങ്കിൽ മൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ, വെനസ്ഡേ എന്ന് പ്രിൻ്റ് ചെയ്യുന്നു. ഇതേ പ്രോഗ്രാം തന്നെ നമ്മൾ സ്വിച്ച് വെച്ചിട്ട് എങ്ങനെ ചെയ്യുമെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കാം നമുക്ക്. സോ നമ്മൾ പുതിയൊരു ഫയൽ എടുക്കുന്നു. ഓക്കെ, ആ ഫയൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സേവ് ചെയ്യുന്നു ഡെസ്ക്ടോപ്പിനകത്ത്. C1 പ്രോഗ്രാംസിൽ ഇതിൻ്റെ പേര് ഞാൻ switch.cpp എന്ന പേരിൽ സേവ് ചെയ്യുന്നു. CPP. ഓക്കെ, switch.cpp എന്ത് പേരും കൊടുക്കാം, extension.cpp ആയിരിക്കണം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് 1 എന്ന് കൊടുത്താൽ സൺഡേ എന്ന് പ്രിൻ്റ് ചെയ്യണം, 2 എന്ന് കൊടുത്താൽ മൺഡേ എന്ന് പ്രിൻ്റ് ചെയ്യണം. ഈ പ്രോഗ്രാം നമ്മൾ ഓൾറെഡി ഇഫ് വെച്ചിട്ട് ചെയ്തു. ഈ സ്വിച്ച് വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ വി ആർ ഗോയിങ് ടു റൈറ്റ് ദ പ്രോഗ്രാം അല്ലേ. #include IOStream അല്ലേ. നമ്മുടെ കവിത എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കണം. യൂസിങ് നെയിം സ്പേസ് std അല്ലേ. യൂസിങ് നെയിം സ്പേസ്, ഈ സ്പെല്ലിംഗ് ഒന്നും തെറ്റിക്കരുത്, സ്പേസ് std എന്നിട്ടൊരു സെമിക്കോളൻ ഉണ്ട് ഇവിടെ. ഇൻറ്റ് മെയിൻ എന്നിട്ട് ഒരു ബ്രേക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്യും, അവസാനം ഒരു റിട്ടേൺ 0 ഉണ്ട്. ദെൻ വി വിൽ ക്ലോസ് ദ ബ്രേക്കറ്റ്. സോ ഇതിനകത്താണ് നമ്മുടെ പ്രോഗ്രാം. സോ വിൽ ഡിക്ലെയർ എ വേരിയബിൾ ഇൻറ്റ് dn, ഡേ നമ്പർ എൻ്റർ ചെയ്യാൻ പറയും. നമ്മൾ യൂസറോട് പറയും cout എന്ത് പറയും, എൻ്റർ ഡേ നമ്പർ അല്ലേ, ഡേ നമ്പർ. എന്നിട്ട് നമ്മൾ എന്ത് പറയും, cin dn എന്ന വേരിയബിളിലേക്ക് ഡേ നമ്പർ റീഡ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ സ്വിച്ച് വെച്ചിട്ടാണ് ചെയ്തത് അല്ലേ. എങ്ങനെയാണ് വെച്ച് ചെയ്തിരുന്നത്? ഇതൊക്കെ കറക്റ്റ് തന്നെ, ഇൻറ്റ് dn ഇതുവരെ ഒരേപോലെ തന്നെ. എന്നിട്ട് ഇവിടെ വെച്ച് ചെയ്തിരുന്നത് ഇഫ് dn ഈസ് ഈക്വൽ ടു 1 സൺഡേ, എൽസ് ഇഫ് dn ഈസ് ഈക്വൽ ടു 2 മൺഡേ, എൽസ് ഇഫ് dn ഈസ് ഈക്വൽ ടു 3 ട്യൂസ്ഡേ, അങ്ങനെ സാറ്റർഡേ വരെ ഇങ്ങനെ എഴുതി. എൽസ് ഇഫ് അവസാനം ഒരു എൽസ് ഇങ്ങനെ എഴുതി ഇഫ് വെച്ചിട്ട് ചെയ്തു. ഇനി ഇഫിന് പകരം നമ്മൾ സ്വിച്ച് യൂസ് ചെയ്യാൻ പോകും. ഏത് സ്റ്റേറ്റ്മെൻറ്റാണ്? സ്വിച്ച്. നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതാണ് സ്വിച്ച്. എന്നിട്ട് ഞാനിവിടെ dn എന്ന് കൊടുത്തു. dn ബ്രേക്കറ്റ് ക്ലോസ് ചെയ്തു. അവിടെ ഈക്വൽ ടു 1 എന്നൊന്നുമില്ല. എന്നിട്ട് പിന്നെ ഇങ്ങനെ എഴുതി കേസ് 1 cout സൺഡേ. ഓക്കെ, ഇനി കേസ് 2 cout മൺഡേ. ഓക്കെ, ദെൻ കേസ് 3 cout ട്യൂസ്ഡേ. തൽക്കാലം ഞാൻ ഈ 3 ദിവസം മാത്രമേ കൊടുക്കുന്നുള്ളൂ. എന്താ സംഭവിക്കുമെന്ന് നോക്കാം നമുക്ക്. എൻ്റെ കൂടെ ഒരു സംഭവം കൂടെ കൊടുക്കുന്നു, ഡീഫാൾട്ട്. ഇതൊന്നും അല്ലെങ്കിൽ, ഈ 3 അല്ലെങ്കിൽ ഡീഫാൾട്ട് cout ഇൻവാലിഡ് ഡേ നമ്പർ. നമ്മളിങ്ങനെ കൊടുത്തു, ഇൻവാലിഡ് ഡേ നമ്പർ ഇത്രയും കൊടുത്തു. ഓക്കെ, ഇതാണ് പ്രോഗ്രാം. ശ്രദ്ധിക്കുക, ഇതിൽ ഞാൻ കുറേ മാറ്റങ്ങളൊക്കെ വരുത്താൻ പോകുന്നുണ്ട്. ഞാൻ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്ത പോലെ തന്നെ എന്താണ്, ഡേ നമ്പർ 1 ആണെങ്കിൽ എന്താണ് സൺഡേ, ഡേ നമ്പർ 2 ആണെങ്കിൽ മൺഡേ, ഡേ നമ്പർ 3 ആണെങ്കിൽ ട്യൂസ്ഡേ. പിന്നെ ഇങ്ങോട്ട് താഴോട്ട് ഞാൻ ചെയ്യുന്നില്ല.
പിന്നെ അവസാനത്തെ എൽസിന് പകരം ലാസ്റ്റ് ഒരു എൽസില്ല, ഈ എൽസിന് പകരമുള്ളത് ഇത്രയും ഇല്ല, ഇതിന് പകരം ഇവിടെ എന്ത് കൊടുത്തു, ഒരു ഡീഫാൾട്ട് എന്ന് കൊടുത്തു, ഇങ്ങനെ കൊടുത്തു. അത് മറന്നേക്കൂ. ഇനി നമ്മൾ ഇതിലേക്ക് വരാം. ഓക്കെ, ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ DNൻ്റെ വാല്യൂവിനനുസരിച്ച് ഇതിലേതെങ്കിലും ഒരു കേസിലേക്ക് സ്വിച്ച് ചെയ്യുക. ഇപ്പോൾ DNൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ഇങ്ങോട്ട് സ്വിച്ച് ചെയ്യും. DNൻ്റെ വാല്യൂ 2 ആണെങ്കിൽ ഈ കേസിലേക്ക് സ്വിച്ച് ചെയ്യും, കേസ് 2ലേക്ക് സ്വിച്ച് ചെയ്യും. അതുപോലെ DNൻ്റെ വാല്യൂ 3 ആണെങ്കിൽ ഈ കേസിലേക്ക് സ്വിച്ച് ചെയ്യും. ഓക്കെ, ഇപ്പോൾ DNൻ്റെ വാല്യൂ ആണെങ്കിൽ എന്ത് പ്രിൻ്റ് ചെയ്യും, സൺഡേ എന്ന് പ്രിൻ്റ് ചെയ്യും. 1 ആണെങ്കിൽ 2 ആണെങ്കിൽ എന്ത് പ്രിൻ്റ് ചെയ്യും, DNൻ്റെ വാല്യൂ 2 ആണെങ്കിൽ മൺഡേ എന്ന് പ്രിൻ്റ് ചെയ്യണം. DNൻ്റെ വാല്യൂ 3 ആണെങ്കിൽ ട്യൂസ്ഡേ എന്ന് പ്രിൻ്റ് ചെയ്യണം. വേറെ ഏത് വാല്യൂ കൊടുത്താലും ഇപ്പം 4, 5, 6, 7, 8, 9, 10, 100, 1000, 1001 എനി നമ്പർ, വേറെ ഏത് നമ്പർ കൊടുത്താലും എന്ത് പ്രിൻ്റ് ചെയ്യണം, ഇൻവാലിഡ് ഡേ നമ്പർ. ഓക്കെ, ഈ പ്രോഗ്രാമിനെ നമ്മൾ വികസിപ്പിക്കും. തൽക്കാലം എത്ര അവിടെ ഇരിക്കട്ടെ. ഇവിടെ നമ്മളൊന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം, ബിൽഡ് ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്യാം. എൻ്റർ ഡേ നമ്പർ പ്രോഗ്രാം എത്തിയിരിക്കുന്നത് ഇവിടെയാണ്. അതായത് നമ്മൾ ഡേ നമ്പർ എൻ്റർ ചെയ്യാൻ പറയുന്നു അല്ലേ, എൻ്റർ ഡേ നമ്പർ. അത് DNലേക്ക് നമ്മൾ കൊടുക്കുന്ന DNലേക്ക് റീഡ് ചെയ്യും, പിന്നെ ഇതിനനുസരിച്ച് വർക്ക് ചെയ്യും. അപ്പോൾ എൻ്റർ ഡേ നമ്പർ നമ്മളെന്ത് കൊടുത്തു, നമ്മൾ 3 എന്ന് കൊടുത്തു. ശ്രദ്ധിക്കണേ, 3 എന്ന് കൊടുത്തു. എന്ത് പ്രിൻ്റ് ചെയ്യണം, ഈ DNൻ്റെ വാല്യൂ 3 ആണെങ്കിൽ എന്ത് പ്രിൻ്റ് ചെയ്യും, ട്യൂസ്ഡേ പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങോട്ട് തന്നെ വന്നു, എൻ്റർ ഡേ നമ്പർ 3 കൊടുത്തു. എന്ത് കൊടുത്തു, ട്യൂസ്ഡേ ഇൻവാലിഡ് ഡേ നമ്പർ എന്ന് പ്രിൻ്റ് ചെയ്തു. ട്യൂസ്ഡേ എന്ന് പ്രിൻ്റ് ചെയ്തു, ഇത് പ്രിൻ്റ് ചെയ്തു. പിന്നെ അതിൻ്റെ ശേഷം ഇതും കൂടെ പ്രിൻ്റ് ചെയ്തു, ഇൻവാലിഡ് ഡേ നമ്പർ എന്ന് കൂടെ പ്രിൻ്റ് ചെയ്തു. ഓക്കെ, തൽക്കാലം ഞാൻ ഈ ഡീഫാൾട്ട് ഒഴിവാക്കുന്നത് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാം. കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഡീഫാൾട്ട് കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക. പ്രോഗ്രാമിൽ ഞാൻ ചെറിയ മാറ്റം വരുത്തി, ഡീഫാൾട്ട് എന്നുള്ള ഭാഗം ഞാൻ ഒഴിവാക്കി, കേസ് 1, കേസ് 2, കേസ് 3 എന്ന് മാത്രം കൊടുത്തു. കാരണം തുടക്കത്തിൽ തന്നെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഒഴിവാക്കിയത്. ഓക്കെ, അത് മറന്നേക്ക്. നമ്മൾ വീണ്ടും കമ്പൈൽ ചെയ്യുന്നു, വീണ്ടും ബിൽഡ് ചെയ്യുന്നു, വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുന്നു കേട്ടോ. ഡേ നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞു, ഞാൻ 3 എന്ന് കൊടുത്തു. എന്ത് പ്രിൻ്റ് ചെയ്തു, ട്യൂസ്ഡേ എന്ന് പ്രിൻ്റ് ചെയ്തു. ശരിയല്ലേ, ട്യൂസ്ഡേ എന്ന് പ്രിൻ്റ് ചെയ്തു. ഇനി ഞാൻ ഈ പ്രോഗ്രാം വീണ്ടും റൺ ചെയ്യുന്നു. 3 ആണെങ്കിൽ നമ്മൾ എന്താ പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞത്, ട്യൂസ്ഡേ ആണ്. ശരിയാണ്, ട്യൂസ്ഡേ പ്രിൻ്റ് ചെയ്തത്. ഇനി ഞാൻ ഈ പ്രോഗ്രാം വീണ്ടും റൺ ചെയ്യുന്നു. ശ്രദ്ധിക്കണേ, എൻ്റർ ഡേ നമ്പർ ഞാൻ 2 എന്ന് കൊടുത്തു. 2 എന്ന് കൊടുത്തപ്പോൾ എന്തൊക്കെ പ്രിൻ്റ് ചെയ്തു, മൺഡേ എന്ന് പ്രിൻ്റ് ചെയ്തു. പിന്നെന്ത് പ്രിൻ്റ് ചെയ്തു, ട്യൂസ്ഡേ എന്ന് പ്രിൻ്റ് ചെയ്തു. അപ്പോൾ എന്താ സംഭവിച്ചറിയോ, DNൻ്റെ വാല്യൂ 2 ആണെങ്കിൽ 2 ആണല്ലോ നമ്മൾ കൊടുത്തത്, 2 ആണ് കൊടുത്താൽ എന്ത് പ്രിൻ്റ് ചെയ്യും, മൺഡേ എന്ന് പ്രിൻ്റ് ചെയ്തു അല്ലേ. ആദ്യം എന്ത് പ്രിൻ്റ് ചെയ്തു, മൺഡേ എന്ന് പ്രിൻ്റ് ചെയ്തു. അതിനുശേഷം എന്ത് പ്രിൻ്റ് ചെയ്തു, ട്യൂസ്ഡേ. അതായത് ആദ്യം മൺഡേ എന്ന് പ്രിൻ്റ് ചെയ്തു, പിന്നെ 2ന് ശേഷമുള്ള ട്യൂസ്ഡേയും കൂടെ പ്രിൻ്റ് ചെയ്തു. ഓക്കെ, ട്യൂസ്ഡേയും കൂടെ പ്രിൻ്റ് ചെയ്തു. ഇനി ഞാൻ ഒരു പ്രാവശ്യം കൂടെ റൺ ചെയ്യുന്നു. ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് പറയാം. വീണ്ടും എക്സിക്യൂട്ട് ചെയ്തു. ഞാൻ 1 എന്ന് കൊടുത്തു. എന്താ കൊടുത്തിരിക്കുന്നത്, കൊടുക്കാൻ പോകുന്നു 1 എന്ന് കൊടുത്താൽ ശരിക്കും എങ്ങോട്ടാണ് വരുന്നത്, DNൻ്റെ വാല്യൂ കേസ് 1ലേക്ക് വരും. DNൻ്റെ വാല്യൂ 1 ആണെങ്കിൽ എന്ത് പ്രിൻ്റ് ചെയ്യും, സൺഡേ പ്രിൻ്റ് ചെയ്യും. പക്ഷേ സൺഡേ മാത്രമാണോ പ്രിൻ്റ് ചെയ്യണമെന്ന് നോക്കണേ. എന്ത് പ്രിൻ്റ് ചെയ്തു, സൺഡേ പ്രിൻ്റ് ചെയ്തു, മൺഡേ പ്രിൻ്റ് ചെയ്തു, ട്യൂസ്ഡേ പ്രിൻ്റ് ചെയ്തു. അപ്പോൾ എന്താ സംഭവിക്കണേ നോക്കണേ, എന്താ സംഭവിക്കുന്നത് DNൻ്റെ വാല്യൂ 3 ആണെങ്കിൽ ട്യൂസ്ഡേ എന്ന് പ്രിൻ്റ് ചെയ്യുന്നു. DNൻ്റെ വാല്യൂ 2 ആണെങ്കിൽ എന്ത് പ്രിൻ്റ് ചെയ്യുന്നു, മൺഡേ എന്ന് പ്രിൻ്റ് ചെയ്യുന്നു. പിന്നെ അതിന് താഴെയുള്ള ട്യൂസ്ഡേ പ്രിൻ്റ് ചെയ്യുന്നു. DNൻ്റെ വാല്യൂ 1 ആകുമ്പോൾ സൺഡേ എന്ന് പ്രിൻ്റ് ചെയ്യുന്നു. പിന്നെ താഴെയുള്ള എല്ലാം പ്രിൻ്റ് ചെയ്യുന്നു, മൺഡേ പ്രിൻ്റ് ചെയ്യുന്നു, ട്യൂസ്ഡേ പ്രിൻ്റ് ചെയ്യുന്നു. താഴെ വേറെ ഉണ്ടെങ്കിൽ അതും എല്ലാം പ്രിൻ്റ് ചെയ്യും. അപ്പോൾ എന്താ അതിനൊരു പരിഹാരം, നമുക്ക് എന്താ പ്രിൻ്റ് ചെയ്യേണ്ടത്, DNൻ്റെ വാല്യൂ 1 ആണെങ്കിൽ
സൺഡേ മാത്രം പ്രിൻ്റ് ചെയ്യണം. പിന്നെ താഴെയുള്ള ഒന്നും പ്രിൻ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ ഇതൊന്നും വർക്ക് ചെയ്യരുത്. പക്ഷേ സ്വിച്ച് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഏതെങ്കിലും ഒന്നിലെത്തിക്കഴിഞ്ഞാൽ, ഇപ്പോൾ 2-ലെത്തിക്കഴിഞ്ഞാൽ 2ഉം വർക്ക് ചെയ്യും, അതിന് താഴെയുള്ള എല്ലാം വർക്ക് ചെയ്യും. ഇപ്പം നേരെ 3ലേക്കാണ് വരുന്നതെങ്കിൽ 3 വർക്ക് ചെയ്യും, താഴെ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് അതിൽ അവസാനിക്കും. 2ലാണ് വരുന്നതെങ്കിൽ ഇതും പ്രിൻ്റ് ചെയ്യും, ഇതും പ്രിൻ്റ് ചെയ്യും. 1ലാണ് വരുന്നതെങ്കിൽ സൺഡേ പ്രിൻ്റ് ചെയ്യും, മൺഡേ പ്രിൻ്റ് ചെയ്യും, ട്യൂസ്ഡേ പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയല്ലല്ലോ നമുക്ക് ഇത് വർക്ക് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ നമ്മളിവിടെ ഉപയോഗിക്കണം. ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേരാണ് ബ്രേക്ക് എന്നുള്ളത്. ബ്രേക്ക്. ഞാൻ അവിടെ ബ്രേക്ക് കൊടുത്തു, ഇവിടെ ഒരു ബ്രേക്ക് കൊടുത്തു, ഇവിടെ ഒരു ബ്രേക്ക് കൊടുത്തു. ഓക്കെ. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? നേരത്തെ പോലെ എൻ്റർ ദ ഡേ നമ്പർ എൻ്റർ ചെയ്യാൻ പറയുന്നു. DNലേക്ക് ആ വാല്യൂ റീഡ് ചെയ്യുന്നു. എന്നിട്ട് ഡേ നമ്പർ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡേ നമ്പർ 1 ആണെങ്കിൽ എന്ത് ചെയ്യും? സൺഡേ എന്ന് പ്രിൻ്റ് ചെയ്യും. എന്നിട്ട് ബ്രേക്ക് ചെയ്യും. എവിടുന്ന് ബ്രേക്ക് ചെയ്യും? ഈ സ്വിച്ചിൽ നിന്ന് ഇവിടെ ഈ സ്വിച്ചിൽ നിന്ന് മൊത്തം ബ്രേക്ക് ചെയ്ത് ഇതിൻ്റെ പുറത്ത് ചാടും, ഇങ്ങോട്ട് വരും. ഈ ഭാഗത്തുനിന്ന് പുറത്ത് മൊത്തം ചാടും. ഈ സ്വിച്ചിൽ നിന്ന് പുറത്തേക്ക് വരും. അപ്പോൾ സൺഡേ മാത്രം പ്രിൻ്റ് ചെയ്യും. DNൻ്റെ വാല്യൂ നമ്മൾ 2 ആണ് കൊടുത്തതെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് നേരെ കേസ് 2ലേക്ക് വരും. എന്ത് പ്രിൻ്റ് ചെയ്യും? മൺഡേ പ്രിൻ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്യുമ്പോൾ പിന്നെ ഇവിടുന്ന് ഇങ്ങനെ പുറത്തേക്ക് ചാടും. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ വർക്ക് ചെയ്യും. ഇനി ഇത് നമ്മൾ ഇതിനെ ഒന്ന് കമ്പൈൽ ചെയ്യുന്നു, ബിൽഡ് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. എൻ്റർ ഡേ നമ്പർ 1 എന്ന് കൊടുത്തു. എന്ത് പ്രിൻ്റ് ചെയ്തു? 1 എന്ന് കൊടുത്തു, എൻ്റർ ചെയ്തു. എന്താ പ്രിൻ്റ് ചെയ്ത്? സൺഡേ എന്ന് മാത്രം പ്രിൻ്റ് ചെയ്തു അല്ലേ? സൺഡേ എന്ന് മാത്രം പ്രിൻ്റ് ചെയ്തു. പിന്നെ മൺഡേ ട്യൂസ്ഡേ, നേരത്തെ മൺഡേയും ട്യൂസ്ഡേ ഒക്കെ പ്രിൻ്റ് ചെയ്തിരുന്നു, ഇപ്പോൾ പ്രിൻ്റ് ചെയ്തോ? ഇല്ല. കാരണം എന്താ? ഈ സൺഡേ പ്രിൻ്റ് ചെയ്തിട്ട് തൊട്ടടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ബ്രേക്ക്. അപ്പോൾ സ്വിച്ചിൽ നിന്ന് പുറത്ത് ചാടും, ബ്രേക്ക് ചെയ്യും. സ്വിച്ചിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് പുറത്ത് വരും. അതുകൊണ്ട് പിന്നെ താഴോട്ടുള്ളതൊന്നും വർക്ക് ചെയ്യില്ല. ഓക്കെ. അതേപോലെ ഇനി ഞാൻ പിന്നെ ഈ പ്രോഗ്രാം വീണ്ടും റൺ ചെയ്യിക്കുന്നു. എൻ്റർ ഡേ നമ്പർ ഞാൻ 2 എന്ന് കൊടുത്തു. 2 എന്ന് കൊടുത്താൽ നേരെ എങ്ങോട്ട് വരും? ഇതിലേക്ക് വരും. ഈ കേസിലേക്ക് വരും. എന്ത് പ്രിൻ്റ് ചെയ്യും? മൺഡേ പ്രിൻ്റ് ചെയ്യും, ബ്രേക്ക് ചെയ്യും, പുറത്ത് ചാടും. പിന്നെ താഴെയുള്ളതൊന്നും വർക്ക് ചെയ്യില്ല. അപ്പോൾ എൻ്റർ ചെയ്യാണ്. കണ്ടോ? നേരെ മൺഡേ എന്ന് മാത്രം പ്രിൻ്റ് ചെയ്തു. ശരിയല്ലേ? അപ്പോൾ പറഞ്ഞുകൊണ്ടുവരുന്നത് ഇത്രയേ ഉള്ളൂ. ഈ സ്വിച്ചിൻ്റെ ഓരോ കേസിൻ്റെ കൂടെയും നമ്മൾ എന്ത് കൊടുക്കണം? ബ്രേക്ക് കൊടുക്കണം. ബ്രേക്ക് കൊടുത്താൽ ഏതാണോ കേസ് 1 ആണെങ്കിൽ ആ കേസ് 1 മാത്രം എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് സ്വിച്ചിൽ നിന്ന് പുറത്ത് ചാടും, ബ്രേക്ക് ചെയ്യും. ഇനി DNൻ്റെ വാല്യൂ 2 ആണെങ്കിൽ അല്ലേ, ഈ നേരെ കേസ് 2ലേക്ക് വരും. എന്നിട്ട് മൺഡേ പ്രിൻ്റ് ചെയ്യും. എന്നിട്ട് സ്വിച്ചിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് പോകും. അപ്പോൾ ഓരോ കേസിൻ്റെ കൂടെയും നമ്മൾ എന്ത് കൊടുത്തിരിക്കണം? ബ്രേക്ക് കൊടുക്കണം. എങ്കിലേ നമ്മൾ പ്രതീക്ഷിച്ച പോലെ വർക്ക് ചെയ്യുകയുള്ളൂ. ഓക്കെ ആണല്ലോ? വേണമെങ്കിൽ ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്കിവിടെ സ്വിച്ച് അല്ലേ, DN എന്നുണ്ട്. ദെൻ കേസ് 1 സി ഔട്ട് സൺഡേ അല്ലേ. അതുപോലെ കേസ് 2 സി ഔട്ട് മൺഡേ. നൗ കേസ് 3 സി ഔട്ട് ട്യൂസ്ഡേ. എന്നിട്ട് ആ ബ്രേക്കറ്റ് ക്ലോസ് ചെയ്തു. ഇപ്പോൾ എന്താ സംഭവിക്കുക അറിയാം? DNൻ്റെ വാല്യൂ പിന്നെ 1 ആണെങ്കിൽ എന്ത് ചെയ്യും? നേരെ ഇങ്ങോട്ട് വരും. എന്നിട്ട് എന്ത് പ്രിൻ്റ് ചെയ്യും? ഈ സി ഔട്ട് പ്രിൻ്റ് ചെയ്യും, സൺഡേ എന്ന് പ്രിൻ്റ് ചെയ്യും. പിന്നെ ഇത് പ്രിൻ്റ് ചെയ്യും, എല്ലാം പ്രിൻ്റ് ചെയ്യും. ഇനി
ഡി എന്നിൻ്റെ വാല്യൂ നമ്മൾ 2 ആണെന്ന് വിചാരിക്കുക. ഡി എന്നിൻ്റെ വാല്യൂ 2 ആണ്. അങ്ങനെയാണെങ്കിൽ കേസ് 1 പോലെ കേസ് 2ലേക്ക് നേരെ വരും. കേസ് 2ലേക്ക് നേരെ വന്നിട്ട് മൺഡേ പ്രിൻ്റ് ചെയ്യും. പിന്നെ അതിന് താഴെയുള്ള എല്ലാം പ്രിൻ്റ് ചെയ്യും. ഇപ്പോൾ ട്യൂസ്ഡേയും പ്രിൻ്റ് ചെയ്യും. ഓക്കെ. ഇനി നമ്മൾ 3 ആണ് ഡി എന്നിൻ്റെ വാല്യൂ, നമ്മൾ 3 ആണ് കൊടുത്തതെന്ന് വിചാരിക്കുക. അപ്പോൾ നേരെ ഇങ്ങോട്ട് വരും, ഇത് മാത്രം വർക്ക് ചെയ്യും. താഴെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ ഒന്നും വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നൊരു പ്രശ്നം, ഡി എന്നിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ എന്ത് സംഭവിക്കും? കേസ് 1ലേക്ക് വരും, ഇത് പ്രിൻ്റ് ചെയ്യും, പിന്നെ ഇത് പ്രിൻ്റ് ചെയ്യും, പിന്നെ ഇത് പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്താ? ഇങ്ങനെ എല്ലാം പ്രിൻ്റ് ചെയ്യാതെ ഏത് കേസാണോ അത് മാത്രം എക്സിക്യൂട്ട് ചെയ്തിട്ട് സ്വിച്ചിൽ നിന്ന് പുറത്ത് പോകണം. പുറത്ത് പോകാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ കൂടെയൊക്കെ ഒരു ബ്രേക്ക് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. എന്താണ് ബ്രേക്ക്? ഓരോ കേസിൻ്റെ കൂടെയും നമ്മൾ എന്ത് കൊടുക്കണം? ബ്രേക്ക് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. ഓരോ കേസിൻ്റെ കൂടെയും നമ്മൾ ബ്രേക്ക് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ ഡി എന്നിൻ്റെ വാല്യൂ 1 ആണെന്ന് വിചാരിക്കുക. 1 ആണെങ്കിൽ നേരെ കേസ് 1ലേക്ക് വരും, സൺഡേ പ്രിൻ്റ് ചെയ്യും, ഈ സ്വിച്ചിൽ നിന്ന് പുറത്തേക്ക് പോരും, ബ്രേക്ക് ചെയ്യും. അതേപോലെ ഇനി ഡി എന്നിൻ്റെ വാല്യൂ 2 ആണെന്ന് വിചാരിക്കുക. 2 ആണെങ്കിൽ നേരെ കേസ് 2ലേക്ക് വരും, എന്ത് പ്രിൻ്റ് ചെയ്യും? ഇവിടെ പറഞ്ഞ സംഭവം മൺഡേ പ്രിൻ്റ് ചെയ്യും. എന്നിട്ട് പിന്നെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ബ്രേക്ക്, പുറത്ത് ചാടും. ശരിയല്ലേ? അതേപോലെ തന്നെ ഡി എന്നിൻ്റെ വാല്യൂ 3 ആണെങ്കിൽ, ഡി എന്നിൻ്റെ വാല്യൂ 3 ആണെങ്കിൽ നേരെ കേസ് 3ലേക്ക് വരും, ട്യൂസ്ഡേ പ്രിൻ്റ് ചെയ്യും, ബ്രേക്കാണ്, അതുകൊണ്ട് പുറത്ത് ചാടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്? ഓരോ കേസിൻ്റെ കൂടെയും നമ്മളൊരു ബ്രേക്ക് കൊടുക്കണം. ഇതുപോലെ ഇപ്പോൾ കേസ് 1ൻ്റെ കൂടെ ഒരു ബ്രേക്ക് കൊടുക്കണം, അതുപോലെ കേസ് 2ൻ്റെ കൂടെ ഒരു ബ്രേക്ക് കൊടുക്കണം, അതുപോലെ കേസ് 3ൻ്റെ കൂടെ ബ്രേക്ക് കൊടുക്കണം. എങ്കിൽ ഓരോ കേസും ഏത് കേസാണോ അതിലേക്ക് വരും, അതിൽ പറയുന്ന കാര്യം ചെയ്യും, പിന്നെ അവിടുന്ന് ബ്രേക്ക് ചെയ്ത് പുറത്ത് വരും. അപ്പോൾ സ്വിച്ചിൻ്റെ കൂടെ ഓരോ കേസിൻ്റെ കൂടെയും ബ്രേക്ക് കൊടുത്താലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ വർക്ക് ചെയ്യുള്ളൂ. മനസ്സിലായല്ലോ? ആ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഡേ നമ്പർ കൊടുത്താൽ ഡേ നെയിം പ്രിൻ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം കംപ്ലീറ്റ് ആക്കാൻ പോവുകയാണ്. ഇതുവരെ ഞാൻ അതിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞത്. ഇനി നമുക്ക് കേസ് 4 വേണം അല്ലേ? കേസ് 4 വേണം. കേസ് 3 കഴിഞ്ഞു, ഇനി എന്ത് വേണം? കേസ് 4 വേണം. അപ്പോൾ അതിനെ കേസ് 4 നാക്കുന്നു, കോപ്പി പേസ്റ്റ് അടിക്കുന്നു. ഇവിടെ എന്താക്കണം? വെനസ്ഡേ നാക്കണം അല്ലേ? വീണ്ടും ബ്രേക്ക് കൊടുത്തു അല്ലേ? വീണ്ടും കേസ് 5 വേണം, കേസ് 5 വേണം. എന്നിട്ട് എന്ത് ചെയ്യണം? തേഴ്സ്ഡേ എന്ന് കൊടുക്കണം. തേഴ്സ്ഡേ അല്ലേ? അതുപോലെ കേസ് 6 വേണം. കേസ് 6 ഫ്രൈഡേ എന്ന് കൊടുക്കും. ഫ്രൈഡേ. അതുപോലെ കേസ് 7 ഇവിടെ സാറ്റർഡേ ബ്രേക്ക് കൊടുത്തു. ഓക്കെ. ഇനി ഇത് റൺ ചെയ്ത് നോക്കാം നമ്മൾ. അപ്പോൾ എല്ലാം ഓക്കെ ആണല്ലോ. പിന്നെ ഡി എന്നിൻ്റെ വാല്യൂ ഡേ നമ്പർ 1 ആണെങ്കിൽ എന്ത് വരും? സൺഡേ പ്രിൻ്റ് ചെയ്യും. ഡേ നമ്പർ 2 ആണെങ്കിൽ മൺഡേ പ്രിൻ്റ് ചെയ്യും. 3 ആണെങ്കിൽ ട്യൂസ്ഡേ പ്രിൻ്റ് ചെയ്യും. 4 ആണെങ്കിൽ വെനസ്ഡേ പ്രിൻ്റ് ചെയ്യും. ശരിയല്ലേ? ദെൻ ഇഫ് ഇറ്റ് ഈസ് 5 തേഴ്സ്ഡേ വിൽ ബി പ്രിൻറ്റഡ്. ദെൻ ഇഫ് ഇറ്റ് ഈസ് 6 ഫ്രൈഡേ. ഇഫ് ഇറ്റ് ഈസ് 7 സാറ്റർഡേ. റൈറ്റ്. ഇനി നമ്മളിതൊന്ന് കമ്പൈൽ ചെയ്യുന്നു. എന്ത് മാറ്റം വരുത്തിയാലും ഉടനെ കമ്പൈൽ ബിൽഡ് എക്സിക്യൂട്ട് ചെയ്യണം കേട്ടോ. ഒരു ലൈൻ പോലും എവിടെയെങ്കിലും ഒരു സെമി കോളം പോലും ഇട്ട് കഴിഞ്ഞാൽ, അഡീഷൻ ഇട്ട് കഴിഞ്ഞാൽ കമ്പൈൽ ബിൽഡ് എക്സിക്യൂട്ട് ചെയ്യണം. ഇതാ പ്രോഗ്രാം റൺ ചെയ്തു. നമ്മൾ എൻ്റർ ഡേ നമ്പർ നമ്മൾ 5 എന്ന് കൊടുത്തു. എന്ത് പ്രിൻ്റ് ചെയ്തു? 5 കൊടുത്തു കഴിഞ്ഞാൽ എന്താ പ്രിൻ്റ് ചെയ്യുക? തേഴ്സ്ഡേ എന്ന് പ്രിൻ്റ് ചെയ്യണം. തേഴ്സ്ഡേ എന്ന് പ്രിൻ്റ് ചെയ്തല്ലോ. ശരിയാണ്. നമ്മൾ വീണ്ടും പ്രോഗ്രാം റൺ ചെയ്യുന്നു. വീണ്ടും നമ്മൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇത് ക്ലോസ് ചെയ്യുന്നു. വീണ്ടും പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നു. നമ്മൾ 1 എന്ന് കൊടുത്തു. 1 എന്ന് കൊടുത്താൽ സൺഡേ എന്ന് പ്രിൻ്റ് ചെയ്തു അല്ലേ? ഇനി നമ്മൾ 2 എന്ന് കൊടുത്തു. 2 എന്ന് കൊടുത്തു. എന്ത് പ്രിൻ്റ് ചെയ്തു? മൺഡേ എന്ന് പ്രിൻ്റ് ചെയ്തു. ഇനി നമ്മൾ 2 3 4 5 6 കൊടുത്തു. ഫ്രൈഡേ പ്രിൻ്റ് ചെയ്തു. 7 കൊടുത്തു. സാറ്റർഡേ. എല്ലാം ഓക്കെ ആണ് അല്ലേ? ഇനി ഞാൻ 8 കൊടുത്താൽ എന്ത് സംഭവിക്കും? 8 കൊടുത്തു.
ഒന്നും പ്രിൻ്റ് ചെയ്തില്ല. കാരണം എന്താ, 8 എന്ന് കൊടുത്താൽ നമ്മളൊരു ഇൻവാലിഡ് ഡേ നമ്പർ എന്ന് പ്രിൻ്റ് ചെയ്യണം അല്ലേ. 8, 9, 10 വേറെ ഏത് നമ്പർ 1 to 7 അല്ലാതെ ഏത് നമ്പർ കൊടുത്താലും ഇൻവാലിഡ് ഡേ നമ്പർ എന്ന് പ്രിൻ്റ് ചെയ്യണം. അങ്ങനെ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ നമ്മളൊരു ലൈനും കൂടി എഴുതണം കോഡിൽ. എല്ലാ കേസിനും ശേഷം സ്വിച്ചിനകത്തുള്ള ഇപ്പോൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ, ഇതിനകത്തുള്ള എല്ലാ കേസസിനും ശേഷം ഏതൊക്കെ കേസാണോ വേണ്ട ആ കേസൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം, ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി എഴുതണം. അതാണ് ഡീഫോൾട്ട് എന്ന് പറയുന്നത്. സ്പെല്ലിംഗ് തെറ്റരുത്. ഡീഫാൾട്ടിനകത്ത് നമുക്ക് പറയാം സി ഔട്ട് എന്താണോ വേണ്ടത് അത് പറയാം. ഇവിടെ ഇൻവാലിഡ് ഡേ നമ്പർ എന്താ സംഭവിക്കുക, ഇൻവാലിഡ് ഡേ നമ്പർ. അപ്പോൾ 1 to 7 അല്ലാത്ത 1 കേസിനകത്ത് ഇതാ ഈ 1, 2, 3, 4, 5, 6, 7 ഇത്രയും കേസ് അല്ലെങ്കിൽ ഇത്രയാണല്ലോ ഡേ നമ്പർ, 7 ദിവസമുള്ളത് 1 to 7. അതല്ലാതെ ഏത് നമ്പർ കൊടുത്താലും നമ്മുടെ പ്രോഗ്രാം എങ്ങോട്ട് വരും, ഡീഫാൾട്ടിലേക്ക് വരും. ഡീഫാൾട്ടിൽ എന്ത് പ്രിൻ്റ് ചെയ്യും, ഇൻവാലിഡ് ഡേ നമ്പർ എന്ന് പ്രിൻ്റ് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. ഇനി നമ്മളിത് റൺ ചെയ്ത് നോക്കുക. കോഡ് ചേഞ്ച് ചെയ്തു, അതുകൊണ്ട് വീണ്ടും കമ്പൈൽ ചെയ്യണം, വീണ്ടും ബിൽഡ് ചെയ്യണം, വീണ്ടും എക്സിക്യൂട്ട് ചെയ്യണം. ഡേ നമ്പർ 2 മൺഡേ കറക്റ്റ് ആണ് അല്ലേ. അഗെയിൻ ഐ വിൽ എക്സിക്യൂട്ട്. ഞാൻ 8 എന്ന് കൊടുത്തു. 8 എന്ത് വന്നു, ഇൻവാലിഡ് ഡേ നമ്പർ. അപ്പോൾ എന്താ സംഭവിക്കുക, ഈ കേസ് ഒന്നുമല്ല, കേസ് 1 അല്ല, നമ്മൾ ഡി എന്നിൽ എന്ത് വരും, 8 എന്ന് വരും. ഡി എന്നിനകത്ത് 8 എന്ന് വരും. അത്ര വരെ 8. അപ്പോൾ കേസ് 1 ഡി എൻ 1 ആണോ, അല്ല 8 ആണ്. 2 ആണോ, അല്ല 8 ആണ്. ഡി എന്നിലെ വാല്യൂ 3 അല്ല, ഡി എന്നിലെ വാല്യൂ 4 അല്ല, ഡി എന്നിലെ വാല്യൂ 5 അല്ല, ഡി എന്നിലെ വാല്യൂ 6 അല്ല, ഡി എന്നിലെ വാല്യൂ 7 അല്ല, പിന്നെ ഡി എന്നിലെ വാല്യൂ എത്രയാണ്, 8 ആണ്. അപ്പോൾ ഇതൊന്നും അല്ലാത്തതുകൊണ്ട് നേരെ ഡീഫാൾട്ടിലേക്ക് വരും. എന്നിട്ട് എന്ത് പ്രിൻ്റ് ചെയ്യും, ഇൻവാലിഡ് ഡേ നമ്പർ എന്ന് പ്രിൻ്റ് ചെയ്യും. ഇനി ഈ 1 to 7 അല്ലാതെ ഏത് കൊടുത്തു കഴിഞ്ഞാലും പിന്നെ ഇൻവാലിഡ്. ഇപ്പം ഞാൻ 125 എന്ന് കൊടുത്ത് അപ്പോഴും അങ്ങോട്ട് വരും, ഡീഫാൾട്ടിലേക്ക് വരും, ഇൻവാലിഡ് ഡേ നമ്പർ എന്ന് പ്രിൻ്റ് ചെയ്യും. ഈ കേസ് 1 കേസ് 2 ഡീഫാൾട്ടിലേക്ക് വരുന്നു, ഇൻവാലിഡ് ഡേ നമ്പർ എന്ന് പ്രിൻ്റ് ചെയ്യും. സോ നമുക്ക് സ്വിച്ച് എന്തിന് പകരമായിട്ട് യൂസ് ചെയ്യാം, ഇഫ് ഇതേ പ്രോഗ്രാം തന്നെയാണ്, ഡേ നമ്പർ കാണാനുള്ള ഇഫ് വെച്ച് എഴുതിയ അതേ പ്രോഗ്രാം തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇഫ് ഡി എൻ ഈസിക്കൽ ടു 1, ഇഫ് ഡി എൻ ഈസിക്കൽ 2 എന്ന് എഴുതുന്നതിന് പകരം അല്ലേ, ഇങ്ങനെ എഴുതുന്നതിന് പകരം നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, സ്വിച്ച് ഡി എൻ എന്ന് കൊടുത്തു. ഡി എന്നിൻ്റെ വാല്യൂവിനനുസരിച്ച് സ്വിച്ച് ചെയ്യും. എങ്ങോട്ട് സ്വിച്ച് ചെയ്യും, 1ലേക്ക് സ്വിച്ച് ചെയ്യും, അല്ലെങ്കിൽ 2ലേക്ക് സ്വിച്ച് ചെയ്യും, അല്ലെങ്കിൽ 3ലേക്ക് സ്വിച്ച് ചെയ്യും. അപ്പോൾ ഡി എന്നിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ഇങ്ങോട്ട് ഈ കേസിലേക്ക് വരും, ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഡി എന്നിൻ്റെ വാല്യൂ ഇതിനകത്തുള്ള വാല്യൂ 2 ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ കേസ് 2ലേക്ക് വരും, ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഡി എന്നിൻ്റെ വാല്യൂ 3 ആണെങ്കിൽ ഏത് കേസ് എക്സിക്യൂട്ട് ചെയ്യും, ഈ കേസിലേക്ക് വരും, ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ ഓരോ കോഡും 4, 5, 6 ഡി എന്നിൻ്റെ വാല്യൂ ഏതാണോ അതിനനുസരിച്ച് ആ കേസിലേക്ക് വരും. ഡി എന്നിൻ്റെ വാല്യൂ 7 ആണെങ്കിൽ ഇങ്ങോട്ട് വരും, കേസ് 7ലേക്ക് വരും, ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഇനി ഡി എന്നിൻ്റെ വാല്യൂ ഈ കേസിലുള്ളൊരു വാല്യൂ അല്ലെങ്കിൽ എങ്ങോട്ട് വരും, ഡീഫാൾട്ടിലേക്ക് വരും. എന്നിട്ട് ഇവിടെ എന്താണോ കോഡ് കൊടുത്തിരിക്കുന്നത് ആ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, സോ ദിസ് ഇസ് an example for switch statement. അപ്പോൾ ഇഫിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഇഫിന് പകരമായിട്ട് എപ്പോഴും സ്വിച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴാണ് യൂസ് ചെയ്യാൻ പറ്റുക, ഈ ഡി എന്നിൻ്റെ വാല്യൂ 1ന് തുല്യമാണ്, അല്ലെങ്കിൽ 2ന് തുല്യമാണ്, അല്ലെങ്കിൽ 3ന് തുല്യമാണ്. അതായത് ഈ തുല്യമാണ് എന്നുള്ളത് വേരിയബിളിൻ്റെ വാല്യൂ തുല്യമാണ്, ഈക്വൽ ടു എന്ന് കൊടുക്കുന്ന കേസിൽ മാത്രം, തുല്യമാണ് എന്ന കേസിൽ മാത്രമേ സ്വിച്ച് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇവിടെ ഈ ഡി എന്നിൻ്റെ വാല്യൂ 1ന് തുല്യമാണ് എന്ന കമ്പാരിസൺ. ഇപ്പോൾ ഡി എന്നിൻ്റെ വാല്യൂ 1ന് തുല്യമാണ്. ഇപ്പോൾ ഡി എൻ ഈസ് ഈക്വൽ ടു 1, ഡി എൻ ഈസ് ഈക്വൽ ടു 2 അങ്ങനെ എഴുതുന്നതിന് പകരം നമുക്ക് സ്വിച്ച് യൂസ് ചെയ്യാം. മറ്റൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളിവിടെ ഗ്രേഡ് കണ്ടൊരു പ്രോഗ്രാം കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു. ഇപ്പോൾ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കണേ. ഇപ്പോൾ കണ്ടോ, ഇവിടെ സ്കോർ
90-നേക്കാൾ കൂടുതലാണെങ്കിൽ, സ്കോർ 80-നേക്കാൾ കൂടുതലാണെങ്കിൽ, കണ്ടോ, ഇഫ് സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 70, ഇങ്ങനെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള ഇങ്ങനത്തെ സിമ്പിളൊന്നും ഏതിൽ യൂസ് ചെയ്യാൻ പറ്റില്ല? സ്വിച്ചിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, ഗ്രേഡ് കാണാൻ ഉപയോഗിച്ച ഈ പ്രോഗ്രാം നമുക്ക് ഇതുപോലെ ഡയറക്റ്റായിട്ട് സ്വിച്ച് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റില്ല. അതായത് നമുക്ക് പല ടൈപ്പ് കണ്ടീഷൻ ഉണ്ടാവും അല്ലേ? പിന്നെ എം ഈസ് ഈക്വൽ ടു 10 ഇങ്ങനെ കമ്പയർ ചെയ്യാം. പക്ഷേ ഇങ്ങനെ ഉണ്ടാവും, എം ഗ്രേറ്റർ ദാൻ 10, എം ലെസ് ദാൻ 10, എം നോട്ട് ഈക്വൽ ടു 10. ഇങ്ങനെയുള്ള കമ്പാരിസൺസ് ഉള്ള എക്സ്പ്രഷൻസ് സ്വിച്ചിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. സ്വിച്ചിൽ ആകെ ചെയ്യാൻ പറ്റുക ഈക്വൽ ടു എന്നുള്ള കമ്പാരിസൺ മാത്രമേ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഡി എൻ ഈസ് ഈക്വൽ ടു 1, ഡി എൻ ഈസ് ഈക്വൽ ടു 2, ഇങ്ങനെ ഈക്വൽ ടു എന്നുള്ള ഓപ്പറേഷന് പകരം നമുക്ക് സ്വിച്ച് യൂസ് ചെയ്യാം. ഈക്വൽ ടു എന്നുള്ള ഓപ്പറേഷന് പകരം സ്വിച്ച് യൂസ് ചെയ്യാം. അതായത് നമ്മുടെ ഈ പ്രോഗ്രാം ഡേ നെയിം നോക്ക്, ഡി എൻ ഈസ് ഈക്വൽ ടു 1, ഡി എൻ ഈസ് ഈക്വൽ ടു 2, ഡി എൻ ഈസ് ഈക്വൽ ടു 3. ഇതിന് പകരമായിട്ട് നമുക്ക് സ്വിച്ച് ഉപയോഗിച്ച് ഡി എൻ ഈക്വൽ ടു 1, ഡി എൻ ഈക്വൽ ടു 2, ഡി എൻ ഈക്വൽ ടു 3 ഇങ്ങനെ പ്രോഗ്രാം എഴുതാം. അപ്പോൾ ഇഫിന് പകരം സ്വിച്ച് യൂസ് ചെയ്യാം ഈക്വൽ ടു ആണെങ്കിൽ. അപ്പോൾ ഡി എൻ ഈക്വൽ ടു 1 എന്നാണിത് നിങ്ങൾ വായിക്കേണ്ടത്, ഡി എൻ ഈക്വൽ ടു 2 എന്നാണിത് വായിക്കേണ്ടത്, ഡി എൻ ഈക്വൽ ടു 3 എന്നാണ് നിങ്ങളിത് വായിക്കേണ്ടത്. ഡി എന്നിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ, ഡി എന്നിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ, ഡി എന്നിൻ്റെ വാല്യൂ 3 ആണെങ്കിൽ, തുല്യമാണെങ്കിൽ, 3ക്ക് തുല്യമാണെങ്കിൽ, അങ്ങനെയുള്ള കേസിൽ നമുക്ക് സ്വിച്ച് യൂസ് ചെയ്യാം. പക്ഷേ ഈ ഒരു പ്രോഗ്രാം ഇപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, കേട്ടോ, ഗ്രേറ്റർ ദാൻ, ഈ ഇങ്ങനെയുള്ള കണ്ടീഷൻ വരുമ്പോൾ ഗ്രേറ്റർ ദാൻ പറയട്ടെ, ഏതൊക്കെ കണ്ടീഷൻ വരുമ്പോൾ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ഇങ്ങനെയുള്ള കേസ് വരുമ്പം സ്വാഭാവികമായിട്ട് നമുക്ക് സ്വിച്ച് യൂസ് ചെയ്യാൻ പ്രയാസമായിരിക്കും. സ്വിച്ച് യൂസ് ചെയ്യാറില്ല. ഏത് കേസിൽ മാത്രമേ കമ്പയർ ചെയ്യുമ്പോൾ ഈക്വൽ ടു വരുമ്പോൾ മാത്രമേ, ഈക്വൽ ടു തുല്യമാണ് എന്ന കേസിൽ മാത്രമേ സ്വിച്ച് യൂസ് ചെയ്യാം. പക്ഷേ ഇഫ് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? തുല്യമാണെന്നുള്ളതും യൂസ് ചെയ്യാം, ഇങ്ങനെ ഗ്രേറ്റർ ദാൻ എന്നുള്ളിടത്ത് യൂസ് ചെയ്യാം, ലെസ് ദാൻ എന്നുള്ളിടത്ത് യൂസ് ചെയ്യാം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇങ്ങനെയുള്ള എല്ലാ കേസിലും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഇഫ് യൂസ് ചെയ്യാം. പക്ഷേ സ്വിച്ച് ഏത് കണ്ടീഷൻ മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ? സ്വിച്ച് തുല്യമാണ് എന്നുള്ള കണ്ടീഷൻ മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ. ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇതൊന്നും സ്വിച്ച് ഉപയോഗിച്ച് ചെയ്യാൻ സാധാരണഗതിയിൽ പറ്റില്ല. ഏത് മാത്രമേ തുല്യമാണ് എന്ന കണ്ടീഷൻ മാത്രമേ സ്വിച്ച് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ കാണുന്നത്. ഡി എൻ ഈക്വൽ ടു 1 എന്നാണെങ്കിൽ ഇതിന് വായിക്കേണ്ടത് ഡി എൻ ഈക്വൽ ടു 1, ഡി എൻ 1 തുല്യമാണെങ്കിൽ, ഡി എൻ ഈക്വൽ ടു 2 ഇങ്ങനെ തുല്യമാണെന്നുള്ള കണ്ടീഷൻ മാത്രം സ്വിച്ച് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്വിച്ച് ഇഫിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്നൊരു കൺസ്ട്രക്റ്റാണ് സ്വിച്ച്. പക്ഷേ ഇഫ് ഉപയോഗിക്കുന്ന എല്ലായിടത്തും നമുക്ക് സ്വിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല, ചില സ്ഥലത്ത് പറ്റും. അപ്പോൾ ഈ കേസിൽ പറ്റും. ഡി എൻ ഈസ് ഈക്വൽ ടു 1, ഡി എൻ ഈസ് ഈക്വൽ ടു 2. ഇതിന് പകരം നമുക്ക് ഇങ്ങനെ പ്രോഗ്രാം എഴുതാം, ഡി എൻ കേസ് 1, ഡി എൻ കേസ് 2. അതിൻ്റെ അർത്ഥം ഡി എൻ ഈക്വൽ ടു 1, ഡി എൻ ഈക്വൽ ടു 2 എന്നാണ്. നേരെ മറിച്ച് ഇങ്ങനെയുള്ളൊരു പ്രോഗ്രാം സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90, സ്കോർ ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇങ്ങനെയുള്ള ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ കണ്ടീഷനൊക്കെ വരുമ്പോൾ നമുക്ക് സ്വിച്ച് യൂസ് ചെയ്യാൻ പ്രയാസമാണ്. നേരെ ചൊവ്വ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. വളഞ്ഞ വഴിക്കൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, പക്ഷെ സാധാരണഗതിയിൽ നമുക്ക് സ്വിച്ച് യൂസ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഓക്കെ ആണല്ലോ. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് സ്വിച്ച് അല്ലേ? നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അത് ഇഫിന് പകരം നമുക്ക് യൂസ് ചെയ്യാം, പക്ഷേ എല്ലാ സമയത്തും യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ പൊതുവിൽ ഇഫിന് പകരം യൂസ് ചെയ്യാം, പക്ഷേ എല്ലാ സമയത്തും നമുക്ക് ഇഫിന് പകരം സ്വിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല.
ആ കാര്യം മാത്രം മനസ്സിലാക്കുക. ഇനി മറ്റ് ചില കാര്യങ്ങൾ കൂടെ ഈ പ്രോഗ്രാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ DN ഇതൊരു നമ്പർ ആയിരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു നമ്പർ ആയിരിക്കണം. രണ്ടാമത്തത് ഈ കേസിന് ശേഷം ഇവിടെ ഒരു സ്പേസ് വേണം. അപ്പോൾ ഇങ്ങനെ എഴുതരുത്, കേസ് 1. ഇപ്പോൾ കളർ മാറി കണ്ടില്ലേ, കേസ് സ്പേസ് ഇല്ലാതെ 1 പറ്റില്ല. കേസിന് ശേഷം ഒരു സ്പേസ് വേണം. എന്നിട്ട് 1. അതുപോലെ കേസിന് ശേഷം സ്പേസ് ഇട്ടിട്ടാണ് 2. പലപ്പോഴും കുട്ടികൾ വരുത്തുന്ന തെറ്റാണ് എന്ത്, ഇവിടെ സ്പേസ് ഇല്ലാതെ ഇങ്ങനെ കൊടുക്കും. സ്പേസ് കൊടുക്കൽ നിർബന്ധമാണ് എല്ലാ കേസും. പിന്നെ ഇവിടെ ഒരു കോളൻ കൊടുക്കണം. കണ്ടോ, കോളൻ കൊടുക്കണം. ഇത് സെമി കോളൻ അല്ല, അത് ഇങ്ങനെയല്ല, നേരെ മറിച്ച് ഇത് കോളൻ, കേസ് 1 കോളൻ, കേസ് 2 കോളൻ, കേസ് 3 കോളൻ ഇങ്ങനെ കൊടുക്കണം. പിന്നെ ഓരോ സ്റ്റേറ്റ്മെൻറ്റിനും ശേഷം ബ്രേക്ക് കൊടുക്കണം. ബ്രേക്ക്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാത്തിനും ശേഷം ഈ കേസ് ഒന്നും അല്ലെങ്കിൽ ഒരു ഡീഫാൾട്ട് കൊടുക്കണം. അത് ഏതിന് പകരാമെന്നറിയാം. അപ്പോൾ ഇവിടെ നോക്ക്, നമ്മൾ ഇഫ് DN is equal to 1, if DN is equal to 2, അല്ലേ, if DN is equal to 3, അല്ലേ, ഇങ്ങനെ വന്നിട്ട് DN4, DN5, DN6, അല്ലേ, എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇഫൊന്നുമില്ലാതെ വെറുതെ ഒരു എൽസ് മാത്രം കൊടുക്കൂലേ. അങ്ങനെ എല്ലാ ഇഫും കഴിഞ്ഞിട്ട് എൽസ് കൊടുക്കുന്ന പോലെ നമുക്ക് സ്വിച്ചിനകത്ത് എല്ലാ കേസും കഴിഞ്ഞിട്ട് അവസാനം ഒരു ഡീഫാൾട്ട് കൊടുക്കണം. അപ്പോൾ ഈഫ് എൽസിഫ് ലാഡറിൽ നമ്മൾ ലാസ്റ്റ് എൽസ് കൊടുക്കുന്ന പോലെ, സ്വിച്ചിൻ്റെ കേസിൽ എല്ലാ കേസിനും ശേഷം ഒരു ഡീഫാൾട്ട് കൊടുക്കണം. അതെന്തിനാ അങ്ങനെ കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന ഒരു കേസുമായിട്ട് ബന്ധമില്ലെങ്കിൽ, നമ്മൾ കൊടുക്കുന്ന വാല്യൂവിന് ബന്ധമില്ലെങ്കിൽ അവസാനം വർക്ക് ചെയ്യേണ്ടത് ഈ ഡീഫാൾട്ടിലുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് 1 അല്ല, 2 അല്ല, 3 അല്ല, 4 അല്ല, 5 അല്ല, 6 അല്ല, 7 അല്ല, 8 അല്ല, 7 അല്ല എന്ന് വിചാരിക്കുക. വേറെ ഏത് നമ്പർ കൊടുത്താലും ഈ 1 to 7 വരെയുള്ള ഒന്നും വർക്ക് ചെയ്തില്ല, നേരെ ഡീഫാൾട്ടിലേക്ക് വരും. എന്നിട്ട് ഈ ഇൻവാലിഡ് ഇവിടെ എന്ത് സ്റ്റേറ്റ്മെൻ്റ് ആണോ കൊടുത്തിരിക്കുന്നത് ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, സ്വിച്ചിന് ശേഷം ഒരു ബ്രേക്കറ്റ് ഉണ്ട്. സ്വിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബ്രേക്കറ്റിലാണ്, സ്വിച്ച് എൻഡ് ചെയ്യണത് ഒരു ബ്രേക്കറ്റിലാണ്. ഓക്കെ, സ്വിച്ചിനകത്ത് കുറേ കേസസ് ഉണ്ടായിരിക്കും. ഈ കേസസിലൊക്കെ ഓരോ നമ്പർ ഉണ്ടാവും. 1 ആ കേസ് കൊടുക്കുമ്പോൾ ഇവിടെ സ്പേസ് വേണം, എന്നിട്ട് 1 കൊടുക്കാവും. ഇവിടെയും അതേപോലെ എല്ലാ കേസിലും. എന്നിട്ട് ഓരോ കേസിനകത്ത് ഒരു ബ്രേക്ക് വേണം, അല്ലെങ്കിൽ എല്ലാ കേസസും ഒരുമിച്ച് വർക്ക് ചെയ്യും. ബ്രേക്ക് വേണം കേട്ടോ, ഓരോ കേസിൻ്റെ കൂടെയും ബ്രേക്ക് വേണം. ബ്രേക്ക് കിട്ടിയില്ലെങ്കിൽ ബെല്ലും ബ്രേക്കും ഇല്ലാതെ എല്ലാ കേസും എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ബ്രേക്ക് കൊടുക്കേണ്ടത് നിർബന്ധമാണ്. ഓരോ കേസിലും ബ്രേക്ക് കൊടുക്കണം. ഈ എല്ലാ കേസും കഴിഞ്ഞിട്ട് അവസാനം ഒരു ഡീഫാൾട്ട് കൊടുക്കണം. അതെപ്പോഴാണ് വർക്ക് ചെയ്യുക? ഒറ്റ കേസും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ, ഒറ്റ കേസുമായിട്ട് നമ്മൾ കൊടുക്കുന്ന വാല്യൂ ഈക്വൽ ആവുന്നില്ലെങ്കിൽ പിന്നെ എന്താ വർക്ക് ചെയ്യുക? ഡീഫാൾട്ടിൽ നമ്മൾ എന്ത് സ്റ്റേറ്റ്മെൻ്റ് ആണോ കൊടുത്തത് ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, നമ്മൾ വീണ്ടും ഈ പ്രോഗ്രാം വെറുതെ ഒന്ന് റൺ ചെയ്യുന്നു. എക്സിക്യൂട്ട്, അല്ലേ, ഡേ നമ്പർ കൊടുക്കുന്നു, 6 കൊടുക്കുന്നു, ഫ്രൈഡേ പ്രിൻ്റ് ചെയ്യുന്നു. ഡൺ. ഓക്കെ, ഇനി ഞാൻ ഇതൊന്നുമില്ലാത്തൊരു വാല്യൂ കൊടുക്കുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. ഞാൻ 1234 എന്ന് കൊടുക്കുന്നു. എന്ത് പ്രിൻ്റ് ചെയ്യും? ഇൻവാലിഡ് ഡേ നമ്പർ എന്ന് പ്രിൻ്റ് ചെയ്യും. ഓക്കെ, ഡൺ. ഈ സ്വിച്ചുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രോഗ്രാമിലേക്ക് നമ്മൾ കയറുകയാണ്. ഒരു എക്സാമ്പിൾ കൂടെ പറയാം, അപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. നമുക്ക് നമ്മുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഇത് എഴുതുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞുതരാം. ഈ ചെയ്തിരിക്കുന്ന പ്രോഗ്രാമില്ലേ, അതിൻ്റെ ചോദ്യം എഴുതിയിട്ടില്ലല്ലോ, നമ്മൾ ചോദ്യം എഴുതിയിട്ടില്ല. ആ ചോദ്യം ഇങ്ങനെ എഴുതാം: റൈറ്റ് a program in C++ to print day name for a given day number using switch statement. Using switch statement. Write a program in C++ to print
ഡേ നെയിം ഫോർ എ ഗിവൺ ഡേ നമ്പർ യൂസിങ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ഡേ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഡേ നെയിം പ്രിൻ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം എഴുതുക എന്നാണ് നമ്മുടെ ഈ പ്രോഗ്രാമിനുള്ള ചോദ്യം കേട്ടോ. നമ്മൾ ഇപ്പോൾ ചെയ്ത ഈ പ്രോഗ്രാമിനുള്ള ചോദ്യം. അപ്പോൾ ആ ചോദ്യം എഴുതുക. ഇനി നമ്മൾ മറ്റൊരു പ്രോഗ്രാമിലേക്ക് പോവുകയാണ്. ഈ സ്വിച്ച് ഉപയോഗിച്ചിട്ടുള്ള ആ പ്രോഗ്രാമിൻ്റെ ക്വസ്റ്റ്യൻ ആദ്യം എഴുതുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മറന്നു പോകും നമ്മൾ. സോ യു ക്യാൻ റൈറ്റ് ദ ക്വസ്റ്റ്യൻ. Write a program in C++. Write a program in C++ to check whether a given character is vowel or consonant. ഒരു ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞാൽ ആ ക്യാരക്ടർ വവ്വലാണോ കൺസോണൻ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാം എഴുതുക. നമ്മൾ ഇൻപുട്ടായിട്ട് എന്ത് കൊടുക്കും? ഒരു ക്യാരക്ടർ കൊടുക്കും. പ്രോഗ്രാമിൻ്റെ ഇൻപുട്ടായിട്ടൊരു ക്യാരക്ടർ കൊടുക്കും. പ്രോഗ്രാം തിരിച്ച് പറയും കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ വവ്വലാണോ കൺസോണൻ്റ് ആണോ എന്ന് പറയും. അതാണ് നമ്മുടെ ചോദ്യം, അല്ലെങ്കിൽ അതാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പോൾ നമുക്കറിയാം ഏതൊക്കെയാണ് വവ്വൽസ്. വവ്വൽസ് ഏതൊക്കെയാണ്? എ, ഇ, ഐ, ഒ, യു, അല്ലെങ്കിൽ സ്മോൾ ലെറ്ററിൽ എ, ഇ, ഐ, ഒ, യു. ഇതാണ് വവൽസ്. ഇതല്ലാത്ത എല്ലാ ക്യാരക്ടറും എന്താണ്? കൺസോണൻ്റ് ആണ്. ഇപ്പോൾ പി ഒരു കൺസോണൻ്റ് ആണ്, കെ ഒരു കൺസോണൻ്റ്, ക്യൂ ഒരു കൺസോണൻ്റ് ആണ്, ബി, ഡി, വേറെ ഏത് ക്യാരക്ടറും, എ, ഇ, ഐ, ഒ, യു ഇല്ലാത്ത ഏത് ക്യാരക്ടറും പിന്നെ കൺസോണൻ്റ് ആണ്. എ, ഇ, ഐ, ഒയിൽ പെട്ട ഏത് ക്യാരക്ടറും വവ്വലാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഇതാണെങ്കിൽ, നമ്മൾ കൊടുക്കുന്നത് ഈ ക്യാരക്ടേഴ്സിൽ പെട്ടതാണെങ്കിൽ പ്രോഗ്രാം എന്ത് പ്രിൻ്റ് ചെയ്യണം? വവ്വൽ എന്ന് പ്രിൻ്റ് ചെയ്യണം. അതല്ലെങ്കിൽ എന്ത് പ്രോഗ്രാം എന്ത് പ്രിൻ്റ് ചെയ്യണം? കൺസോണൻ്റ് എന്ന് പ്രിൻ്റ് ചെയ്യണം. സോ ദിസ് ഈസ് അവർ പ്രോഗ്രാം. ഓക്കെ, ഇത് ചെയ്യണമെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് എല്ലാ ക്യാരക്ടറിനും എന്തുണ്ട്? ഒരു ആസ്കി വാല്യൂ ഉണ്ട്. എയുടെ ആസ്കി വാല്യൂ 65, ബിയുടെ ആസ്കി വാല്യൂ 66 അല്ലേ? അങ്ങനെ ആസ്കി വാല്യൂ ഉണ്ട്. എല്ലാ ക്യാരക്ടറിനും ആസ്കി വാല്യൂ ഉണ്ട്. അതുകൊണ്ട് ആ ആസ്കി വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. ആസ്കി വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ പോവുകയാണ്. നമ്മൾ പുതിയൊരു ഫയൽ എടുത്തു. അത് ഫയൽ സേവ് ആസ് കൊടുക്കുന്നു. സേവ് ആസിനകത്ത് ഡെസ്ക്ടോപ്പിനകത്ത് C1A പ്രോഗ്രാംസിനകത്ത് നമ്മൾ vowel.cpp എന്ന പേരിൽ പ്രോഗ്രാം സേവ് ചെയ്യുന്നു. നമുക്കറിയാം നമ്മുടെ കോഡ് #include അല്ലേ, IO stream using namespace std അല്ലേ, int main. ഓക്കെ, ഇനി ഒരു റിട്ടേൺ 0, ഒരു സ്റ്റോപ്പ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മൾ എന്താണ് ഇൻപുട്ടായിട്ട് സ്വീകരിക്കണം? ഒരു ക്യാരക്ടർ സ്വീകരിക്കണം. അപ്പോൾ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. CH എന്നുള്ളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ യൂസറോട് പറയുന്നു cout enter a character. ഒരു ക്യാരക്ടർ എൻ്റർ ചെയ്യാൻ പറയുന്നു. യൂസർ എൻ്റർ ചെയ്യുന്ന ക്യാരക്ടർ നമ്മൾ റീഡ് ചെയ്യുന്നു. ഏതിലേക്ക് റീഡ് ചെയ്യുന്നു? CH എന്ന വേരിയബിളിലേക്ക് റീഡ് ചെയ്യുന്നു. ഈ വേരിയബിളിലേക്ക് നമ്മൾ റീഡ് ചെയ്യുന്നു. നമ്മൾ CH എന്നുള്ളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ആ വേരിയബിളിലേക്ക് റീഡ് ചെയ്യുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് ഇഫ് വെച്ചിട്ട് ചെയ്യാം. ഞാൻ തൽക്കാലം ഇഫ് വെച്ചിട്ട് ചെയ്യാൻ പോകുന്നില്ല. അത് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ഹോംവർക്കായിട്ട് ഇഫ് വെച്ചിട്ട് ഈ പ്രോഗ്രാം ഒന്ന് ചെയ്തു നോക്കാം. ഞാൻ സ്വിച്ച് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. സ്വിച്ച് CHന് വാല്യൂ ഉണ്ടാവുമല്ലോ. CHൻ്റെ വാല്യൂ നമുക്കറിയാം. സ്വിച്ച് ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിന് ഒരു ആസ്കി വാല്യൂ ഉണ്ടായിരിക്കും. ഓരോ ക്യാരക്ടറിനും ഒരു ആസ്കി വാല്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ CHൻ്റെ വാല്യൂ, ഞാൻ ഇവിടെ കേസ് ഉപയോഗിക്കുന്നു. കേസ് നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂ ക്യാപിറ്റൽ A ആണെങ്കിൽ, A എന്ന ക്യാരക്ടർ ആണെങ്കിൽ
ക്യാപിറ്റൽ എ എന്ന ക്യാരക്ടർ ആണെങ്കിൽ ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ ക്യാപിറ്റൽ എ അല്ല സ്മോൾ എ ആണെന്ന് കൊടുക്കാം. എ എന്ന ക്യാരക്ടർ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? എ ആണെങ്കിൽ എന്താണ്? വവ്വലാണോ? അല്ലേ, വവ്വലാണ്. സോ വിൽ സേ സി ഔട്ട് എന്ത് പറയും? വവ്വൽ എന്ന് പറയും. ശരിയല്ലേ? എന്നിട്ട് ബ്രേക്ക് ചെയ്യും അല്ലേ? ഇനി ബ്രേക്കിൽ ഒരു എ മിസ്സിങ് ഉണ്ടല്ലേ? കറക്റ്റ്. നൗ ഇനിയോ അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? അതുപോലെ കേസ് ബി ആണെങ്കിൽ, ക്യാരക്ടർ ബി ആണെങ്കിൽ എന്ത് പറയും? സി ഔട്ട് ബി അല്ല, സോറി, ഐ എം എക്സ്ട്രീംലി സോറി. EIOU അല്ലേ? ഇ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? സി ഔട്ട് നമ്മൾ എന്ത് പറയും? വവൽ എന്ന് പറയും. എന്നിട്ട് എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും. ഇതുപോലെ ഇനി ബാക്കിയുള്ള എല്ലാ കേസും EIOU വരെയുള്ള എല്ലാ കേസും അല്ലേ? ഇത് കോപ്പി ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു? പേസ്റ്റ് ചെയ്യുന്നു. I അല്ലേ? അതുപോലെ കൺട്രോൾ V O AEIOU അല്ലേ? AEIOU ഇതിലെല്ലാം വവ്വൽ എന്ന് പ്രിൻ്റ് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്നു. ഇനി ഇതൊന്നും അല്ലെങ്കിലോ ഡീഫാൾട്ടൊക്കെ വരുന്നു. AEIOയിൽ പെട്ടതൊന്നും അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു? സി ഔട്ട് പറയുന്നു. കോൺസോണൻ്റ് എന്ന് പറയും അല്ലേ? ഇത്രയേ ഉള്ളൂ നമ്മളെ പ്രോഗ്രാം. സിമ്പിളല്ലേ? വളരെ സിമ്പിളാണ്. നമ്മളൊരു ക്യാരക്ടർ റീഡ് ചെയ്യുന്നു, ഒരു ക്യാരക്ടർ എൻ്റർ ചെയ്യാൻ പറയുന്നു. അത് CH എന്ന വേരിയബിളിലേക്ക് റീഡ് ചെയ്യുന്നു. ആ ക്യാരക്ടറിൻ്റെ വാല്യൂ എ ആണെങ്കിൽ വവൽ എന്ന് പ്രിൻ്റ് ചെയ്യുന്നു. എൻ്റർ ചെയ്തത് ഇ ആണെങ്കിൽ വവൽ എന്ന് പ്രിൻ്റ് ചെയ്യുന്നു. O ആണെങ്കിൽ എന്ത് പ്രിൻ്റ് ചെയ്യുന്നു? വവൽ എന്ന് പ്രിൻ്റ് ചെയ്യുന്നു അല്ലേ? AEIO ആണെങ്കിൽ വവൽ പ്രിൻ്റ് ചെയ്യുന്നു. U ആണെങ്കിൽ വവൽ പ്രിൻ്റ് ചെയ്യുന്നു. ഇനി അതൊന്നുമല്ല, AEIOയിൽ പെട്ടതല്ല എങ്കിൽ എന്ത് പ്രിൻ്റ് ചെയ്യുന്നു? കൺസോണൻ്റ് എന്ന് പ്രിൻ്റ് ചെയ്യുന്നു. ശരിയല്ലേ? ശരിയാണല്ലോ. ഇനി നമ്മൾ ഈ പ്രോഗ്രാം ഒന്ന് കമ്പൈൽ ചെയ്യുക. ഒറ്റ മിനിറ്റ്, കമ്പൈലേഷൻ നമുക്ക് നോക്കാം വർക്ക് ചെയ്യണ്ടോ. ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി, ബിൽഡ് ചെയ്യുന്നു, ഓക്കെയാണ്. എക്സിക്യൂട്ട് ചെയ്യുന്നു, പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നു. എൻ്റർ എ ക്യാരക്ടർ, യൂസറിനോട് ക്യാരക്ടർ എൻ്റർ ചെയ്യാൻ പറയുന്നു. നമ്മൾ യു എന്ന് കൊടുത്ത് എന്ത് പ്രിൻ്റ് ചെയ്യണം? വവൽ എന്ന് പ്രിൻ്റ് ചെയ്യണം. ശരിയാണല്ലോ? പ്രിൻ്റ് ചെയ്തു. ഇനി നമ്മൾ വീണ്ടും പ്രോഗ്രാം റൺ ചെയ്യുന്നു. വീണ്ടും പ്രോഗ്രാം നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സിക്യൂട്ട് ചെയ്യുന്നു. എ കൊടുത്തു, എന്ത് പ്രിൻ്റ് ചെയ്തു? വവൽ പ്രിൻ്റ് ചെയ്തു. വീണ്ടും വി വിൽ എക്സിക്യൂട്ട് ദ പ്രോഗ്രാം. ഇ കൊടുത്തു, എന്ത് പ്രിൻ്റ് ചെയ്തു? വവൽ എന്ന് പ്രിൻ്റ് ചെയ്തു. ഐ കൊടുത്തു നോക്ക്, ഐ കൊടുത്താലും വവൽ എന്ന് പ്രിൻ്റ് ചെയ്തു അല്ലേ? AEI അഗെയിൻ വിൽ എക്സിക്യൂട്ട് ഐ. O കൊടുത്താലും വവൽ എന്ന് പ്രിൻ്റ് ചെയ്യും. AEIO. U കൊടുത്താലും എന്ത് പ്രിൻ്റ് ചെയ്യും? വവൽ എന്ന് പ്രിൻ്റ് ചെയ്യും. വേറെ ഏത് ക്യാരക്ടർ കൊടുത്താലും എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ Q എന്ന് കൊടുത്തു, എന്താണ്? കോൺസോണൻ്റ് പ്രിൻ്റ് ചെയ്തു. ശരിയല്ലേ? വീണ്ടും ഞാൻ എക്സിക്യൂട്ട് T എന്ന് കൊടുത്തു, കോൺസോണൻ്റ്. വേറെ ഏത് ക്യാരക്ടർ കൊടുക്കുകയാണെങ്കിലും ഞാൻ W കൊടുത്തു, W കൺസോണൻ്റ്. സോ AEIOയിൽ പെട്ടത് മാത്രം എന്ത് പ്രിൻ്റ് ചെയ്യുന്നു? വവൽ എന്ന് പ്രിൻ്റ് ചെയ്യുന്നു, അല്ലാത്തതൊക്കെ കൺസോണൻ്റ് പ്രിൻ്റ് ചെയ്യുന്നു. ഇനി ഞാൻ ഇവിടെ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇവിടെ ഒരു ക്യാരക്ടർ എൻ്റർ ചെയ്യുമ്പോൾ CHനകത്ത് ഒരു ക്യാരക്ടർ കിട്ടുക. ആ ക്യാരക്ടറിന് ഒരു ആസ്കി വാല്യൂ ഉണ്ട്. അപ്പോൾ സ്വിച്ചിനകത്ത് ആസ്കി വാല്യൂ ഉപയോഗിക്കുക. ആ ആസ്കി വാല്യൂ ഈ ക്യാരക്ടറിൻ്റെ എയുടെ ആസ്കി വാല്യൂ ആയിട്ട് തുല്യമാണെങ്കിൽ വവൽ എന്ന് പ്രിൻ്റ് ചെയ്യും. ഇയുടെ ആസ്കി വാല്യൂ ആയിട്ട് തുല്യമാണെങ്കിൽ വവൽ എന്ന് പ്രിൻ്റ് ചെയ്യും. ഐയുടെ ആസ്കി വാല്യൂ ആയിട്ട് തുല്യമാണെങ്കിൽ വവൽ എന്ന് പ്രിൻ്റ്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുള്ളൂ, അതിൻ്റെ ആസ്കി വാല്യൂ ആയിട്ടാണ് കമ്പയർ ചെയ്യുക.
അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ ക്യാരക്ടറിൻ്റെ ആസ്കി വാല്യൂ ആണ് എടുക്കുക, ഈയുടെ ആസ്കി വാല്യൂ ആണ് എടുക്കുക, ആസ്കി വാല്യൂ. ഇപ്പോൾ ഓരോ ക്യാരക്ടറിനും ഒരു ആസ്കി വാല്യൂ ഉണ്ട്, ആ ആസ്കി വാല്യൂ ആയിട്ടാണ് കമ്പയർ ചെയ്യുക. പ്രോഗ്രാം എഴുതുമ്പോൾ നമ്മൾ ഈ സിംഗിൾ കോഡിനകത്ത് എ എന്ന് എഴുതാം, ഇ എ ഇ ഐ ഒ യു എന്ന് എഴുതാം. പക്ഷേ അതിൻ്റെ കറസ്പോണ്ടിങ് ആസ്കി വാല്യൂ ആണ് പ്രോഗ്രാം കമ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പ്രോഗ്രാം ഇങ്ങനെ എഴുതിയാൽ മതി. ഇനി ഈ പ്രോഗ്രാമിൽ ചെറിയൊരു മാറ്റം വരുത്താം. ഇതിപ്പോൾ ഒരു വലിയ പ്രോഗ്രാമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും ഇതിനെ വേണമെങ്കിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇതേ പ്രോഗ്രാമിനെ നമുക്ക് എന്ത് ചെയ്യാറിയോ, ഈ സ്റ്റേറ്റ്മെൻറ്റൊക്കെ കളയാം. അപ്പോൾ എ ആണ് ഇതെല്ലാം ഞാൻ കളഞ്ഞ് ഇവിടെ നിന്നൊക്കെ ഞാൻ സി ഔട്ട് വവൽ ബ്രേക്ക് ഇവിടെ നിന്നൊക്കെ ഞാൻ കളയുകയാണ്. സി ഔട്ട് വവൽ ബ്രേക്ക് ഇവിടെയൊക്കെ ഞാൻ വെറുതെ എന്ത് കൊടുത്തുള്ളൂ, കേസ് എ, കേസ് ബി, കേസ് എ ഇ ഐ ഒ യു. ഇത്ര അകത്തുനിന്ന് ഞാൻ ഏത് സ്റ്റേറ്റ്മെൻറ്റ് ഒഴിവാക്കി, ഇതാ സി ഔട്ട് വവൽ എന്ന് ഒഴിവാക്കി. എന്നിട്ട് എവിടെ മാത്രം അത് കൊടുത്തു, യുവിൽ മാത്രം എന്ത് കൊടുത്തു, സി ഔട്ട് വവൽ ബ്രേക്ക് എന്ന് കൊടുത്തു. ഇവിടെ നിന്നൊക്കെ കേസ് എയിൽ നിന്ന് ഞാനത് ഒഴിവാക്കി, ഇയിൽ നിന്ന് ഒഴിവാക്കി, ഐയിൽ നിന്ന് ഒഴിവാക്കി, ഓയിൽ നിന്ന് ഒഴിവാക്കി, യുവിൽ മാത്രം ലാസ്റ്റ് കേസിൽ മാത്രം ഞാനത് നിലനിർത്തി. അപ്പോൾ എങ്ങനെ എന്താ വർക്ക് ചെയ്യുക അറിയാം. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ അതേ ഔട്ട്പുട്ട് കിട്ടും. ആദ്യം അവനത് കാണിച്ചു തരാം. ഇത് കമ്പൈൽ ചെയ്യുന്നു, ഇത് നമ്മൾ ബിൽഡ് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. നോക്കണേ, എ എന്ന് വെറുതെ കൊടുത്തേ ഉള്ളൂ, ഇ വെറുതെ കൊടുത്തേ ഉള്ളൂ, ഐ വെറുതെ കൊടുത്തേ ഉള്ളൂ, ഒ വെറുതെ കൊടുത്തേ ഉള്ളൂ. യുക്കകത്ത് മാത്രം ഞാൻ വവൽ ബ്രേക്ക് എന്ന് കൊടുത്തേ ഉള്ളൂ. പിന്നെ അവസാനം ഡീഫോൾട്ട് കൺസോണൻറ്റ് ഇത്ര മാത്രമേ എഴുതിയുള്ളൂ. ഞാൻ എ എന്ന് കൊടുത്തു. എന്താ പ്രിൻ്റ് ചെയ്യാൻ നോക്കുക, വവൽ എന്ന് പ്രിൻ്റ് ചെയ്തു. നോക്കിയോ, കറക്റ്റായിട്ട് ഇപ്പോൾ നേരത്തെ വർക്ക് ചെയ്ത് അതേപോലെ വർക്ക് ചെയ്യും. വീണ്ടും ഞാൻ എക്സിക്യൂട്ട് ചെയ്യുന്നു, ഇ കൊടുത്തു, എന്ത് പ്രിൻ്റ് ചെയ്തു, വവൽ എന്ന് പ്രിൻ്റ് ചെയ്തു അല്ലേ. ഇനി ഞാൻ ഐ കൊടുത്തു, വവൽ എന്ന് പ്രിൻ്റ് ചെയ്യുന്നു അല്ലേ. അതേപോലെ ഞാൻ എക്സിക്യൂട്ട് ചെയ്യുന്നു, ഓ കൊടുക്കുന്നു, ഓ എന്ന് കൊടുത്താലും വവൽ എന്ന് പ്രിൻ്റ് ചെയ്യുന്നു. ഇനി യു എന്ന് കൊടുക്കുന്നു, അപ്പോഴും എന്താ പ്രിൻ്റ് ചെയ്യുക, വവൽ എന്ന് പ്രിൻ്റ് ചെയ്യുന്നു. വേറെ ഏത് ക്യാരക്ടർ പ്രിൻ്റ് കൊടുത്താലും, അപ്പോൾ ഞാൻ കെ എന്ന് കൊടുത്തു, കൺസോണൻ്റ് എന്ന് വരും. വേറെ ഏത് ക്യാരക്ടർ കൊടുത്താലും കൺസോണൻ്റ് എന്ന് വരും. ഞാൻ ഇസഡ് എന്ന് കൊടുത്തു, കൺസോണൻ്റ് എന്ന് വരും. അപ്പോൾ ഇതിപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. നേരത്തെ നമ്മൾ എങ്ങനെ എഴുതിയിരുന്നത്, നേരത്തെ എഴുതിയിരുന്നത് ഇങ്ങനെയാണ്. ഞാൻ പിന്നെ പഴയ പോലെ ആക്കിത്തരാം. കണ്ടോ, നേരത്തെ ഇങ്ങനെ എഴുതിയിരുന്നത്. എല്ലാ കേസിലും നമ്മൾ എന്ത് ചെയ്യുന്നു, വവൽ ബ്രേക്ക്, സി ഔട്ട് വവൽ ബ്രേക്ക് എല്ലാ കേസിലും കൊടുത്തിരുന്നു. പക്ഷേ ഇതൊക്കെ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതെല്ലാം അങ്ങ് ഒഴിവാക്കിയിട്ട് ഒരു യുവിൽ മാത്രം, കേസ് യുവിൽ മാത്രം എന്ത് കൊടുത്തു, സി ഔട്ട് വവൽ ബ്രേക്ക് എന്ന് കൊടുത്തു. ഇങ്ങനെ കൊടുത്താൽ ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് അറിയാം. ഈ സി എച്ചിൻ്റെ വാല്യൂ എ ആണെങ്കിൽ ഇങ്ങോട്ട് വരും, എന്നിട്ട് ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ട് ഇയിലേക്ക് വരും, ഒന്നും ചെയ്യുന്നില്ല, ഐയിലേക്ക് വരും, ഒന്നും ചെയ്യുന്നില്ല, കേസ് ഓയിലേക്ക് വരും, ഒന്നും ചെയ്യുന്നില്ല, കേസ് യുയിലേക്ക് വരും. എന്നിട്ട് എന്ത് ചെയ്യും, ഇത് വർക്ക് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും, വവൽ എന്ന് പ്രിൻ്റ് ചെയ്യും. ഇനി സി എച്ചിൻ്റെ വാല്യൂ ഇ ആണെന്ന് വിചാരിക്കുക, ഇ. അപ്പോൾ നേരെ എങ്ങോട്ട് വരും, ഈ കേസിലേക്ക് വരും. ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറയുന്നുണ്ടോ, ഒന്നും ചെയ്യാൻ പറഞ്ഞില്ല. അതുകൊണ്ട് നേരെ ഇതിൻ്റെ താഴേക്ക് നേരെ ഇങ്ങ് വരും, കേസ് ഐയിലേക്ക് വരും, ഓയിലേക്ക് വരും. അവിടെയൊന്നും ഒന്നും ചെയ്യുന്നില്ല. യുയിലേക്ക് വന്നിട്ട് യുവിൽ എന്താ പറയുന്നത്, വവൽ പ്രിൻ്റ് ചെയ്യാൻ പറയുന്നു. കാരണം ഇവിടെയൊന്നും ബ്രേക്ക് കൊടുക്കാത്തതുകൊണ്ട് കേസ് എക്ക് ബ്രേക്കില്ല, കേസ് ഇയിൽ ബ്രേക്കില്ല, കേസ് ഐയിൽ ബ്രേക്കില്ല, കേസ് ഓയിൽ ബ്രേക്കില്ല. അതുകൊണ്ട് ഈ എയിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സി എച്ചിൻ്റെ വാല്യൂ ഞാൻ പറയട്ടെ, സി എച്ചിൻ്റെ വാല്യൂ എ ആണെങ്കിൽ നേരെ എയിൽ വരും, ഇവിടുന്ന് ഒന്നും ചെയ്യുന്നില്ല. ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നു, ഇവിടെയും ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നു, ഇവിടെയും ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നു, ഇവിടെയും ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നു. എന്നിട്ട് ഇവിടെ പറഞ്ഞ കാര്യം ചെയ്യുന്നു. ഇനി സി എച്ചിൻ്റെ വാല്യൂ ഇ ആണെങ്കിൽ നേരെ ഇയിലേക്ക് വരുന്നു, കേസ് ഇയിലേക്ക് വരുന്നു. ഇവിടെ ബ്രേക്ക് ഇല്ല, ഒന്നും ചെയ്യാനും പറഞ്ഞില്ല, ബ്രേക്ക് ഇല്ല, നേരെ ഇങ്ങോട്ട് വരുന്നു. ഇവിടെയും ബ്രേക്ക് ഇല്ല, ഒന്നും ചെയ്യാനും പറഞ്ഞില്ല, ഇങ്ങോട്ട് വരുന്നു. ഇവിടെയും ബ്രേക്ക് ഇല്ല, ഒന്നും ചെയ്യാനില്ല, ഇങ്ങോട്ട് വരുന്നു. ഇവിടെ വരുമ്പോൾ ഈ കാണുന്ന സംഭവം ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ഈ എ ഇ ഐ ഒ യുവിൽ എന്ത് വാല്യൂ കൊടുത്താൽ, ഇതിന് സമാനമായി ഏത് വാല്യൂ സി എച്ച് കൊടുത്താലും ഇതിൽ
യിലേക്ക് വരുന്നു, നേരെ താഴോട്ട് വരുന്നു, ഇവിടെ പറഞ്ഞ കാര്യം ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് വർക്ക് ചെയ്യുന്നതിന് കാരണം ഇത്രയേ ഉള്ളൂ, ഇവിടെയൊന്നും ബ്രേക്ക് കൊടുത്തിട്ടില്ല. കേസ് എൻ്റെ അടുത്ത് ബ്രേക്കില്ല, കേസ് സിയുടെ അടുത്ത് ബ്രേക്കില്ല. നമുക്കറിയാമല്ലോ, ബ്രേക്കില്ലെങ്കിൽ എന്ത് ചെയ്യും, നേരെ താഴോട്ട് ഇങ്ങോട്ട് വരും. ബ്രേക്ക് ഉണ്ടാകുമ്പോൾ മാത്രമാണ് സ്വിച്ചിൽ നിന്ന് പുറത്തേക്ക് പോവുള്ളൂ അല്ലേ. അപ്പോൾ നമ്മളിവിടെ ബ്രേക്ക് കൊടുക്കുകയാണെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല. ഇവിടെ ഇപ്പോൾ ബ്രേക്ക് കൊടുത്തെന്ന് വിചാരിക്കുക. അപ്പോൾ എ കൊടുത്തു കഴിഞ്ഞാൽ നേരെ ബ്രേക്ക് സ്വിച്ചിൽ നിന്ന് പുറത്തു പോകും. ഓക്കെ, അതേപോലെ ഇവിടെ ബ്രേക്ക് കൊടുത്താൽ ബ്രേക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും, ഈ സി എച്ചിൻ്റെ വാല്യൂ ഇ ആണെങ്കിൽ നേരെ ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് സ്വിച്ചിൽ നിന്ന് പുറത്തു പോകും, സ്വിച്ചിൽ നിന്ന് പുറത്തു പോകും. പക്ഷേ ഇവിടെ ഒന്നും നമ്മൾ ബ്രേക്ക് കൊടുക്കാത്തതുകൊണ്ട് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സി എച്ചിൻ്റെ വാല്യൂ എ ആണെങ്കിൽ ഇവിടെ വരും. ഇവിടെ ഒന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ല, ബ്രേക്ക് ഇല്ല, അതുകൊണ്ട് നേരെ താഴോട്ട് വരും. കണ്ടോ, ഇനി സി എച്ചിൻ്റെ വാല്യൂ ഇ ആണെങ്കിൽ നേരെ കേസ് ഇയിലേക്ക് വരും. ഇവിടെ വന്നിട്ട് ഒന്നും ചെയ്യാനില്ല, ഒന്നും ചെയ്യാനുമില്ല, ബ്രേക്കും ഇല്ല. അതുകൊണ്ട് ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ട് നേരെ താഴോട്ട് വരും. എന്നിട്ട് യുവിലെത്തുമ്പോൾ ഇവിടെയാണ് പ്രിൻ്റ് ചെയ്യാൻ പറയുന്നു, ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് പുറത്ത് പോകുന്നു. ഓക്കെ, അപ്പോൾ പിന്നെ ഇങ്ങനെ എഴുതിയാലും ഈ പ്രോഗ്രാം വർക്ക് ചെയ്യും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. വർക്ക് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ കേസിൽ ഒന്നും ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ട് ഈ സി എച്ചിൻ്റെ വാല്യൂ ഇതിനകത്തുള്ള എയോ ഇയോ ഐയോ ഓയോ യുവോ ഏതാണെങ്കിലും ഇങ്ങോട്ട് വരുന്നു. ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ട് നേരെ താഴെ ഈ യുവിലുള്ള സംഭവം വർക്ക് ചെയ്യുന്നു, വവ്വൽ നിന്ന് പ്രിൻ്റ് ചെയ്യുന്നു. അത്രയാണ് സംഭവിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഈ പ്രോഗ്രാം ഞാൻ ഒന്നുകൂടെ റൺ ചെയ്യുന്നു കേട്ടോ. ഇത് കറക്റ്റ് വർക്ക് ചെയ്യേണ്ട ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ ക്യാപിറ്റൽ എ എന്ന് കൊടുത്തു. ക്യാപിറ്റൽ എ വവ്വലല്ലേ, എന്താ പ്രിൻ്റ് ചെയ്യുന്നത്, കൺസോണൻ്റ് എന്നാണ് പ്രിൻ്റ് ചെയ്യുന്നത്. ഞാൻ ക്യാപിറ്റൽ ഇത് ഞാൻ വീണ്ടും റൺ ചെയ്യുന്നു. ഞാൻ ക്യാപിറ്റൽ ഐ എന്ന് കൊടുക്കുന്നു, കൺസോണൻ്റ്. ശരിക്കും ഇവിടെയൊക്കെ വവ്വൽ നിന്ന് പ്രിൻ്റ് ചെയ്യണം. ഇപ്പം എന്തുകൊണ്ടാണ് പ്രിൻ്റ് ചെയ്യാത്തത്? അതിന് കാരണം ഇത്രയേ ഉള്ളൂ, എല്ലാ ക്യാരക്ടറിനും ആസ്കി വാല്യൂ ഉണ്ടെന്ന് അറിയാം. എയുടെ ആസ്കി വാല്യൂ 97 ആണ്, ക്യാപിറ്റൽ എയുടെ ആസ്കി വാല്യൂ 65 ആണ്. ഓക്കെ, അപ്പോൾ സ്മോൾ ലെറ്ററിൻ്റെയും ക്യാപിറ്റൽ ലെറ്ററിൻ്റെയും ആസ്കി വാല്യൂ തുല്യമല്ല, ഇതും തുല്യമല്ല. അപ്പോൾ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ക്യാപിറ്റൽ എ ആണോ സ്മോൾ എ ആണോ കൊടുത്തതൊന്നും അത് നോക്കില്ല, അതിൻ്റെ ആസ്കി വാല്യൂ നോക്കുകയുള്ളൂ. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്മോൾ എ ആയിട്ട് കമ്പയർ ചെയ്യുന്നത്, ഇവിടെ നമ്മൾ ക്യാപിറ്റൽ എ കൊടുത്തിട്ടില്ല, ക്യാപിറ്റൽ എയും കൂടെ കൊടുക്കണം. അപ്പോൾ സ്മോൾ ഇ മാത്രം കൊടുത്താൽ വർക്ക് ചെയ്യില്ല, ക്യാപിറ്റൽ ഇയും കൂടെ കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ ഇങ്ങനെ കുറച്ചുകൂടെ ആഡ് ചെയ്യണം. എന്ത് ആഡ് ചെയ്യണം, ഇവിടെ കൺട്രോൾ സി ക്യാപിറ്റൽ എ കൊടുക്കണം, എയുടെ കൂടെ സ്മോൾ എ അല്ലെങ്കിൽ ക്യാപിറ്റൽ എ, അതുപോലെ സ്മോൾ ഇ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇ എന്ന് കൊടുക്കണം. എങ്കിലേ ഇത് വർക്ക് ചെയ്യുള്ളൂ. എല്ലാ കേസിലും കൊടുക്കണം. ക്യാപിറ്റൽ ഐ ഓയിൻ്റെ കേസിലും അത് കൊടുക്കണം, ഇവിടെയും കൊടുക്കണം. ക്യാപിറ്റൽ ഒ യുവിൻ്റെ കേസിലും കൊടുക്കണം. എങ്കിലേ ഏത് കൊടുത്താലും എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. ഇനി നമ്മൾ സ്മോൾ എ കൊടുത്താലും അല്ലേ, സ്മോൾ എ കൊടുത്താലും ക്യാപിറ്റൽ എ കൊടുത്താലും വർക്ക് ചെയ്യും. സ്മോൾ ഇ കൊടുത്താലും ക്യാപിറ്റൽ ഇ കൊടുത്താലും വർക്ക് ചെയ്യും. സ്മോൾ ഐ കൊടുത്താലും ക്യാപിറ്റൽ ഐ കൊടുത്താലും വർക്ക് ചെയ്യും. കാരണം ഇങ്ങനെ കൊടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ക്യാപിറ്റൽ ലെറ്ററിൻ്റെയും സ്മോൾ ലെറ്ററിൻ്റെയും ആസ്കി വാല്യൂവിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ സ്മോൾ എന്ന് കൊടുത്തിട്ട് ഇവിടെ കേസിൽ സ്മോൾ എന്ന് കൊടുത്തിട്ട് റൺ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ എന്ന് കൊടുത്താൽ രണ്ടിൻ്റെ ആസ്കി വാല്യൂ കമ്പയർ ചെയ്യുമ്പോൾ ഈക്വൽ ആവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ കേസിലും സ്മോൾ എ ക്യാപിറ്റൽ എ, സ്മോൾ ഇ ക്യാപിറ്റൽ ഇ, സ്മോൾ ഐ ക്യാപിറ്റൽ ഐ, സ്മോൾ ഒ ക്യാപിറ്റൽ ഒ, സ്മോൾ യു ക്യാപിറ്റൽ യു ഒക്കെ കൊടുക്കണം. കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റൽ ലെറ്റർ ആണോ സ്മോൾ ലെറ്റർ ആണോ എന്ന് അത് ശ്രദ്ധിക്കില്ല, അത് ആസ്കി വാല്യൂ ആണ് ചെക്ക് ചെയ്യുക. സ്മോൾ എയുടെയും ക്യാപിറ്റൽ എയുടെയും ആസ്കി വാല്യൂ വ്യത്യസ്തമാണ്, സ്മോൾ ഇയുടെയും ക്യാപിറ്റൽ ഇയുടെയും ആസ്കി വാല്യൂ വ്യത്യസ്തമാണ്. അതുകൊണ്ട് നമ്മൾ പ്രോഗ്രാമിൽ സ്മോൾ എ കൊടുത്ത് റൺ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ എ കൊടുത്താൽ വർക്ക് ചെയ്യില്ല, കാരണം രണ്ടിൻ്റെയും ആസ്കി വാല്യൂ വ്യത്യാസമുണ്ട്. അങ്ങനെ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ കേസിൽ സ്മോളും ക്യാപിറ്റലും ഒക്കെ ഫുള്ളായിട്ട് എ ഐ ഒ യു എൻ്റർ ചെയ്യണം. ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ ഏത് കൊടുത്തു കഴിഞ്ഞാലും എന്ത് ചെയ്യും, വർക്ക് ചെയ്യും, വവ്വൽ നിന്ന് പ്രിൻ്റ് ചെയ്യും. ഒന്ന് നോക്കിക്കോ, കമ്പൈൽ ചെയ്തു, ബിൽഡ് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു. ഞാൻ സ്മോൾ എ കൊടുത്തു, വവ്വലാണ്. ഞാൻ ക്യാപിറ്റൽ എ കൊടുത്തു, വവ്വലാണ്. കാരണം രണ്ടും അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, എല്ലാ കേസും കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സ്മോൾ ഐ കൊടുത്തു, വവ്വലാണ്. ഞാൻ ക്യാപിറ്റൽ ഐ കൊടുത്തു,
എക്സിക്യൂട്ട് ചെയ്യുന്നു, ക്യാപിറ്റലായി കൊടുത്തു, മൊബൈലാണ്, കുഴപ്പമില്ല. ഇനി ഞാൻ വേറെ ഏതെങ്കിലും ക്യാരക്ടർ കൊടുത്തു, എക്സിക്യൂട്ട്, ഞാൻ ടി കൊടുത്തു, ക്യാപിറ്റൽ ടി, കോൺസണൻറ്റ് അല്ലേ, മനസ്സിലായല്ലോ. സോ ദിസ് ഇസ് എ പ്രോഗ്രാം. അപ്പോൾ സ്വിച്ചിൻ്റെ ഒരു യൂസാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. സ്വിച്ച് ഇഫ് പോലെ വർക്ക് ചെയ്യും, പക്ഷേ ഇഫിൻ്റെ എല്ലാ കേസും സ്വിച്ച് വെച്ച് ചെയ്യാൻ പറ്റില്ല. ഈക്വൽ ടു വാല്യൂ തുല്യമാണ് എന്നുള്ള കേസ് വരുമ്പോൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്വിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ എങ്ങനെയാണ് ചെക്ക് ചെയ്യണത്, സി എച്ചിൻ്റെ വാല്യൂ ഈ ക്യാരക്ടറിന് തുല്യമാണെങ്കിൽ, സി എച്ചിൻ്റെ വാല്യൂ ക്യാപിറ്റൽ എ എന്ന ക്യാരക്ടറിന് തുല്യമാണെങ്കിൽ, ആസ്കി വാല്യൂ ആണ് ചെക്ക് ചെയ്യുക കേട്ടോ, ഇതിന് തുല്യമാണെങ്കിൽ. അപ്പോൾ തുല്യമാണ് എന്നുള്ള കേസ് മാത്രമാണ്. അപ്പോൾ ഡി എന്നിൻ്റെ വാല്യൂ 1ന് തുല്യമാണെങ്കിൽ, 1നേക്കാൾ കൂടുതലാണെങ്കിൽ എന്ന് പറ്റില്ല, അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ സോ വി ഹാവ് ഡൺ ദിസ് വർക്ക്. സ്വിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് പഠിച്ചു. ഇനിയൊരു ഹോം വർക്ക് തരാം, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. റൈറ്റ് എ പ്രോഗ്രാം ഇൻ C++. റൈറ്റ് എ പ്രോഗ്രാം in C++ to read a number, read a digit and print it in words. ഒരു അക്കം റീഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ നെയിം പറയുക, അതിൻ്റെ വേർഡ്സിൽ പറയുക. അപ്പോൾ 1 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, 1 എൻ്റർ ചെയ്താൽ 1 എന്ന് പ്രിൻറ്റ് ചെയ്യണം. 2 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 2 എന്ന് അക്ഷരത്തിൽ പ്രിൻറ്റ് ചെയ്യണം. 9 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 9 എന്ന് അക്ഷരത്തിൽ പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഒരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ 1 എന്ന് കൊടുത്താൽ 1 എന്ന് പ്രിൻറ്റ് ചെയ്യണം നമ്മളെ പ്രോഗ്രാം, 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 2 എന്ന് പ്രിൻറ്റ് ചെയ്യണം, 3 എന്ന് കൊടുത്താൽ ഇൻപുട്ടായിട്ട് 3 എന്ന് കൊടുത്താൽ നമ്മളെ പ്രോഗ്രാം എന്ത് ചെയ്യണം, 3 എന്ന് പ്രിൻറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു അക്കം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വേർഡ് പ്രിൻറ്റ് ചെയ്യണം. ഹോം വർക്കായിട്ട് ചെയ്യുക, വളരെ സിമ്പിളാണ് അല്ലേ. നമ്മൾ ഡേൻ്റെ നമ്പർ കൊടുക്കുമ്പോൾ ഡേ നെയിം പ്രിൻറ്റ് ചെയ്യുന്ന അതേപോലെ തന്നെ, ഡേ നമ്പർ കൊടുത്തിട്ട് ഡേ നെയിം പ്രിൻറ്റ് ചെയ്യുന്ന പോലെ. അവിടെ 1 കൊടുത്താൽ സൺഡേ എന്ന് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ 1 കൊടുത്താൽ 1 എന്ന് പ്രിൻറ്റ് ചെയ്യണം. അവിടെ 2 എന്ന് കൊടുത്താൽ മൺഡേ എന്ന് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അക്ഷരത്തിൽ 2 എന്ന് പ്രിൻറ്റ് ചെയ്യണം. ദാറ്റ്സ് എ പ്രോഗ്രാം. സോ ട്രൈ യുവർ സെൽഫ്. എന്തായാലും ചെയ്യാൻ പറ്റും, ഒരു സംശയമില്ല, വളരെ സിമ്പിളാണ് ചെയ്യുക. ബെസ്റ്റ് വിഷസ്. താങ്ക് യു വെരി മച്ച്.